ഹായ് എവരി വൺ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത വർഷത്തേക്ക് കടന്നു. ഇനിയും ആകെ 1.5 മാസം കൂടിയാണ് നമുക്ക് മാക്സിമം കഷ്ടിച്ച് SSLC എക്സാമിന് വേണ്ടി ഉള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും പീക്ക് പ്രിപ്പറേഷൻ ടൈം അല്ലേ? നിങ്ങളെല്ലാവരുടെയും SSLCക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിപ്പറേഷൻ ടൈമിൽ ഏറ്റവും കൂടുതൽ പീക്കിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഇതല്ലേ? അപ്പോൾ ഈ സമയത്ത് തന്നെ സ്മാർട്ടപ്പ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ക്ലാസ്സസ് ആയിട്ട് എന്ത് ചെയ്യാണ് എത്താണ്. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് അത്രമേൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സാർ അങ്ങനെ എടുത്ത് പറയാനുള്ള കാരണം ഈ ഒരു ഇയർ ആണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ ഓണം എക്സാം, ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കഴിഞ്ഞ മുമ്പത്തെ വർഷങ്ങളെക്കാളും കുറച്ച് വ്യത്യാസമുണ്ട് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിലും. അതേപോലെ തന്നെ നമ്മളെ സിലബസ് ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട് ഈ ഒരു വർഷം അല്ലെ? അപ്പോൾ നമ്മൾ പുതിയ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി എന്ത് ചെയ്യേണ്ടത്, ട്രൈ ചെയ്യണം. നമ്മൾ പ്രീവിയസ് മുമ്പ് വന്ന അതേ പാറ്റേൺ തന്നെ വർക്ക്ഔട്ട് ചെയ്തിട്ട് കാര്യമില്ല, നമ്മളത് ചെയ്യണം. അതെന്തിനു വേണ്ടി ചെയ്യണം? നമ്മൾ ഓരോ ചാപ്റ്ററിന്റെ ബേസ് സെറ്റ് ആക്കാനായിട്ട് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഇനി നമ്മൾ പുതിയ ടൈപ്പ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് സാറ് ഇന്ന് നിങ്ങളെ ക്ലാസ്സിൽ ഫ്രണ്ടിലേക്ക് എന്ത് ചെയ്തേക്കണത്, എത്തിയേക്കണത്. അപ്പൊ മാക്സിമം എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ തന്നെ പഠിക്കുക. നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യും ഉണ്ടാവട്ടെ കേട്ടോ. അപ്പൊ അതിന്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ മാത്രം കാണാം. കാരണം നമ്മൾ മാത്തമാറ്റിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി അല്ലേ? അപ്പൊ എല്ലാവരും ഈ ഒരു ക്ലാസ് തീരണ വരെ എനർജറ്റിക് ആയിട്ട് നിൽക്കുക, കറക്റ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ നോട്ടായിട്ട് തന്നെ നിൽക്കുക, ആ കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് അതേ പോർഷനിലേക്ക് വന്നിട്ട് രണ്ടാമത് അത് എന്ത് ചെയ്യുക, കാണാം. ഓക്കെ, എന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്. മാത്സ് നമ്മൾ ഇപ്പോഴും പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കണം. എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് സാറ് ചെയ്യുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ഇക്വേഷൻസ് ആണ്, ഏതൊക്കെ തരത്തിലുള്ള ട്രിക്കുകളാണ് യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും. മാക്സിമം സിംപ്ലിഫൈ ചെയ്ത് ടൈം ലാഭിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, അങ്ങനെയാണ് നമ്മൾ മാത്സ് എപ്പോഴും എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് സാറ് കിടക്കാണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, algebraic form of an arithmetic sequence is xn is equal to 4n plus 1 in the sequence. How much more than the 10th term is the 15th term? ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യൻ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്. നമുക്ക് ഓൾജിബ്രിക് എക്സ്പ്രഷൻ തന്നിരിക്കുന്നത് എത്രയാണ്? xn is equal to 4n plus 1 അല്ലെ? ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീക്വൻസിലെ എല്ലാ ടേമും ഈ ഒരൊറ്റ ഇക്വേഷന്റെ അകത്ത് ഉണ്ടാവും. അതാണ് ഓൾജിബ്രിക് എക്സ്പ്രഷന്റെ പ്രത്യേകം. നിങ്ങൾക്ക് ഫസ്റ്റ് ടേം വേണോ, ഇതിന്റെ അകത്ത് ഉണ്ടാവും. കോമൺ ഡിഫറൻസ് വേണോ, അതും ഇതിന്റെ അകത്ത് ഉണ്ടാവും. നിങ്ങൾക്ക് ഏത് ടേം, 100th ടേം വേണോ, 1000th ടേം വേണോ, നിങ്ങൾക്ക് എത്ര ടേം വേണമെങ്കിലും ഈ ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു ഗുണം എന്തിനുണ്ട്, ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനം കേട്ടോ ഓൾജിബ്രിക് എക്സ്പ്രഷൻ. ആൻഡ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, 10th ടേമിനെക്കാളും എത്ര കൂടുതലാണ് 15th ടേം, അത്രേ ഉള്ളൂ. ഇപ്പൊ നോർമലി ഒരാൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുള്ളൂ, 10th ടേം കണ്ടുപിടിക്കുക, 15th ടേം കണ്ടുപിടിക്കുക, എത്ര കൂടുതലാണെന്ന് അറിയാം അല്ലെ? അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ 15th ടേമിൽ നിന്ന് 10th ടേം എന്ത് ചെയ്യും, മൈനസ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കും. നോർമലി എല്ലാവരും ആ രീതിയിലായിരിക്കും എന്ത് ചെയ്യണത്, ചിന്തിക്കണം. ബട്ട് നമ്മളിവിടെ കുറച്ചും കൂടി നല്ല രീതിയിൽ, കുറച്ചും കൂടി ഈസി മെത്തേഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എന്ത് ചെയ്യുക, ആലോചിക്കുക. ഓക്കെ, നമ്മളിവിടെ അറിയേണ്ടത് 10th ടേം കഴിഞ്ഞാൽ 15th ടേമിലേക്ക് എത്താൻ എത്ര ടേം ഉണ്ട്. 10th ടേം കഴിഞ്ഞാൽ 11th ടേം, 12th ടേം, 13th ടേം, 14th ടേം ആൻഡ് 15th ടേം അല്ലേ? അപ്പൊ 5 പ്രാവശ്യമാണ് നമ്മളിവിടെ കോമൺ ഡിഫറൻസ് എന്ത് ചെയ്തേക്കണത്, ആഡ് ചെയ്തേക്കണത്. 10th ടേം എത്രയാണോ അതിന്റെ ഒപ്പം 5 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് 15th ടേം കിട്ടും. അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണെന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നിന്റെ കോയിഫിഷ്യന്റ് ആയിരിക്കും കോമൺ ഡിഫറൻസ്. അപ്പൊ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ആരാണ്, എന്നിന്റെ കോയിഫിഷ്യന്റ്. കോമൺ ഡിഫറൻസ് d is equal to 4 ആണ്. ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ. ആൻഡ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് 10th ടേമിൽ നിന്ന് 15th ടേമിലേക്ക് എത്താൻ 5 കോമൺ ഡിഫറൻസ് ആണ് വേണ്ടത് അല്ലെ? അപ്പൊ അതായിരിക്കും അവർ തമ്മിലുള്ള ഡിഫറൻസ്. സോ 15th ടേം മൈനസ് 10th ടേം എന്ന് പറയുന്നത് 5d ആണ്. 5 കോമൺ ഡിഫറൻസ് ആണ് അല്ലെ? അപ്പൊ ഓൾറെഡി നമുക്ക് ഇവിടെ d അറിയാം, എത്രയാണ്, 4 ആണ്. 5 into 4 20 കഴിഞ്ഞു, ആൻസർ കിട്ടി.
നമ്മൾ 10th ടേമോ 15th ടേമോ കണ്ടുപിടിക്കാനോ അത് മൈനസ് ചെയ്യാനോ എന്ത് ചെയ്യണ്ട, നിൽക്കണ്ട. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. സമ്മിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ തന്നിട്ടും ചോദിക്കാം. അതിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് സാർ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാവർക്കും ക്ലിയർ കട്ടായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the numbers below is a term of arithmetic sequence 2, 5, 8, etc. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു സീക്വൻസിൽ, ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് ടേം എന്നാണ് എന്ത് ചെയ്തേക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. അതേ ടേം ആണോ നമുക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. നമുക്ക് ഈ തന്നിരിക്കുന്ന ടേംസിൽ ആരൊക്കെയാണ് ടേം ആയിട്ടുള്ളതെന്ന്, ഇതിൽ ഏതൊക്കെ നമ്പേഴ്സ് ആണ് ടേം ആയിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ആദ്യം നിങ്ങൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. എന്താ കോമൺ ഡിഫറൻസ്? ഡി ഈസ് ഈക്വൽ ടു 5 - 2. എത്രയാണ് കോമൺ ഡിഫറൻസ്? 3 ആണ് കോമൺ ഡിഫറൻസ് അല്ലെ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, കോമൺ ഡിഫറൻസ് വെച്ചിട്ട് നമ്മൾ ഈ സീക്വൻസിൽ ഒരു 2 ടേമിന് ഒന്ന് എന്ത് ചെയ്ത് നോക്കുക, ഡിവൈഡ് ചെയ്തോ. ഒരെണ്ണം ചെയ്താൽ മതി. ഞങ്ങൾക്ക് ആ ഒരു എക്സ്പ്ലനേഷന് വേണ്ടിയിട്ടാണ് 2 ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത്, കോമൺ ഡിഫറൻസ് 3 ആണ്. അപ്പൊ ഞാൻ ആദ്യത്തെ ടേം എടുത്തില്ല, 3നേക്കാൾ വലിയ ടേം എടുക്കണുള്ളൂ. ഞാൻ 5 എടുത്തു. 5നെ ഞാൻ 3 വെച്ച് ഡിവൈഡ് ചെയ്തു. 1 ടൈംസ് പോകുന്ന എല്ലാവർക്കും അറിയാം, ബാലൻസ് എന്ത് വന്നു, 2 വന്നു അല്ലെ. ഇനി രണ്ടാമത്തെ ടേമിൽ ഞാൻ ഇതേപോലെ എന്ത് ചെയ്ത് കാണിച്ചു തരാം, ഡിവൈഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഞാൻ 8 എടുത്തു. 8നെ വീണ്ടും കോമൺ ഡിഫറൻസ് ആയ 3 കൊണ്ട് എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. എത്ര ടൈംസ് പോകും, 2 ടൈംസ് പോകും, 6. ഇവിടെയും ബാലൻസ് 2 വന്നു അല്ലെ. ഇതിനാണ് സാർ 2 എന്ത് ചെയ്ത് ഡിവൈഡ് ചെയ്ത്. അപ്പൊ ഇവിടുന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു സീക്വൻസിലാ ഏത് ടേമിനെയും കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എല്ലാത്തിന്റെയും റിമൈൻഡർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇവിടെ നമ്മൾ 5 എന്ന് പറഞ്ഞ ടേമിന് എടുത്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ എന്ത് കിട്ടി, 2 കിട്ടി. ഇതേ റിമൈൻഡർ ഇവിടെ നിങ്ങൾക്ക് കാണാം, യെല്ലോ കളറിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. ആൻഡ് മൂന്നാമത്തെ ടേമായ 8 അതിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടി, 2 കിട്ടി അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, അടുത്ത ടേം ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ എന്തേ കിട്ടുള്ളൂ, 2 കിട്ടുള്ളൂ. 10ാമത്തെ ടേമിന് എടുത്ത് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ എന്തേ കിട്ടുള്ളൂ, 2 കിട്ടുള്ളൂ. ഇനി ഈ സീക്വൻസിന്റെ 15ാമത്തെ ടേം എടുത്ത് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ എന്തേ കിട്ടുള്ളൂ, 2 കിട്ടുള്ളൂ. നിങ്ങൾ 100ാമത്തെ ടേം എടുത്ത് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ എന്തേ കിട്ടുള്ളൂ, 2 കിട്ടുള്ളൂ. ഈ സീക്വൻസിന്റെ കേട്ടോ, നമ്മൾ ഈ സീക്വൻസിന്റെ പാറ്റേണിലാണ് പോകുന്നത്. വേറെ സീക്വൻസ് ആണെങ്കിൽ റിമൈൻഡർ വേറെ ആയിരിക്കും കിട്ടാൻ പോകും. ഓക്കെ, അപ്പൊ സീക്വൻസിലെ ടേമിനെ അതിന്റെ തന്നെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഡിവൈഡ് ചെയ്തു, റിമൈൻഡർ 2 കിട്ടി. ഇനി ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതിനാണ് റിമൈൻഡർ 2 കിട്ടണം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഏതിനാണ് റിമൈൻഡർ 2 കിട്ടണത്? 22നെ ഞാൻ 3 വെച്ച് ഡിവൈഡ് ചെയ്തു. ഓക്കെ, എത്ര ടൈംസ് പോകും, 7 ടൈംസ് പോകും. 21 റിമൈൻഡർ 1 ഉള്ളൂ. അപ്പൊ 22 പറ്റൂല. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി. അടുത്ത 32 3 വെച്ച് ഡിവൈഡ് ചെയ്തു 10 ടൈംസ്. എത്രയാണ്, 30. അപ്പൊ റിമൈൻഡർ എന്ത് കിട്ടി, 2 കിട്ടി. അപ്പൊ നമുക്ക് ആളെ കിട്ടി. ആരാണ് ആള്? ഓപ്ഷൻ ബി 32. ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈസി ആയിട്ട് വേണം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിനും എന്ത് ചെയ്യാനായിട്ട്, അപ്രോച്ച് ചെയ്യാനായിട്ട്. എപ്പോഴും ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കുക. എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിക്കണം നോക്കുക, എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കുക. പിന്നെ നമ്മൾ അങ്ങോട്ട് കണക്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, ക്ലിയർ എല്ലാവർക്കും ഇത്? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ദാറ്റ് ലീവ്സ് റിമൈൻഡർ 3 or 8 when divided by 10. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ തന്നിക്കണം. നമുക്ക് ഓരോ സബ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാം, പോകാം. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ തന്നിക്കണ കാര്യം എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഒരുപാട് കുട്ടികൾക്ക് വായിക്കുമ്പോൾ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണമെന്ന് മനസ്സിലാവില്ല. എന്താണ് കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിൽ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റൂല. അപ്പൊ ക്വസ്റ്റ്യൻ എപ്പോഴും എല്ലാവരും ക്ലിയർ ആയിട്ട് വായിക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പറിന്റെ സീക്വൻസ് ആണ് നമുക്ക് എഴുതുന്നത്. നമുക്കറിയാം നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യണം 1 നിന്നാണ്. 1, 2, 3, 4, 5, 6, 7, 8 എക്സെട്ര. ഇതാണ് നാച്ചുറൽ നമ്പർ. ബട്ട് നമുക്ക് ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. വെറുതെ നാച്ചുറൽ നമ്പർ എഴുതാനല്ല പറഞ്ഞേക്കണത്. ലീവ്സ് റിമൈൻഡർ 3 or 8 when divided by 10. ആ നാച്ചുറൽ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 or 8, 3 പിന്നെ 8. ഈ 2 നമ്പേഴ്സും 3ഉം 8ഉം റിമൈൻഡർ കിട്ടുന്ന നമ്പേഴ്സ് ആണ് നമുക്ക് ഇവിടെ സീക്വൻസ് ആയിട്ട് എഴുതേണ്ടത് അല്ലെ. നമ്മൾ 10 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യാൻ പോണത്. അപ്പൊ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1ഉം 2ഉം 3ഉം ഒന്നും എടുക്കണ്ടല്ലോ. ഗ്രേറ്റർ ദാൻ 10 എന്ത് ചെയ്താൽ മതി, എടുത്താൽ മതി അല്ലെ. അപ്പൊ 10 കൊണ്ട് 10 തന്നെ ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 കിട്ടുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കംപ്ലീറ്റ്ലി ഡിവൈഡ് ആയിപ്പോ.
11 ഡിവൈഡ് ചെയ്താല റിമൈൻഡർ 1 വരും. നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല. കാരണം നമുക്ക് ആവശ്യമുള്ള ആരാണ്? റിമൈൻഡർ 3 ആണ് അല്ലെ. ഇനി 12 അതും പറ്റൂല അല്ലെ. കാരണം റിമൈൻഡർ നമുക്ക് എന്താ കിട്ടുക? 2 ആ കിട്ടുക. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഫസ്റ്റ് നമ്പർ ഏതാണ് അല്ലെ. ഫസ്റ്റ് നമ്പർ ഏതാണ്? 13 ആണ്. കാരണം 13 നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 times 10 റിമൈൻഡർ എന്ത് വരും? 3 വരും. ക്ലിയർ അല്ലേ? അപ്പോ ഫസ്റ്റ് ടേം ആരാണ്? 13 ആണ്. ഇനി റിമൈൻഡർ 3 മാത്രം നമ്മൾ എടുത്താൽ മതിയാ? ഇല്ല, നമുക്ക് റിമൈൻഡർ എന്തും കൂടി എടുക്കണം, 8 കൂടി എടുക്കാണ്ട്. അപ്പൊ 13 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 കിട്ടുമെങ്കിൽ 18 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 8 കിട്ടൂലേ? അതല്ലേ പാറ്റേൺ. അപ്പൊ അത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാലോ. അപ്പൊ സെക്കൻഡ് ടേം എന്തായിരിക്കും? 18 ആയിരിക്കും. ഓക്കെ. ഇനി അടുത്ത ടേം എന്തായിരിക്കും? 23 ആയിരിക്കും അല്ലെ. കാരണം 23 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 23 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 times എത്ര വരും? 20 വരും അല്ലെ. 2 times 20 വരും. ബാലൻസ് എത്ര വരും? 3 വരും അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പാറ്റേൺ കിട്ടിയിട്ടുണ്ടാവും. 13 എടുത്തു, 23 എടുത്തു. അപ്പൊ ഇനി അടുത്ത നമ്മൾ എന്തെടുക്കണം? 33 എടുക്കണം. അടുത്ത നമ്മൾ എന്തെടുക്കണം? 43 എടുക്കണം അല്ലെ. 3യുടെ കേസിൽ ഇതേപോലെ തന്നെ 8ന്റെ കേസിൽ എടുക്കാലോ അല്ലെ. അപ്പൊ 8ന്റെ കേസിൽ നമ്മൾ എന്തെടുക്കും? 18 എടുക്കും, 28 എടുക്കും, 38 എടുക്കും, 48 എടുക്കും. അപ്പൊ ഈ പാറ്റേൺ പിടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു സീക്വൻസ് ഈസി ആയിട്ട് കിട്ടും. ഓരോന്നും ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യം ഇല്ല. മനസ്സിലായി? എപ്പോഴും നമ്മൾ മാത്സിന് ആ രീതിയിൽ കുറച്ചും കൂടി ലോജിക്കലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്രോച്ച് ചെയ്യണം. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ക്വസ്റ്റ്യൻ എന്താവും? സിമ്പിൾ ആവും. ആൻസർ ചെയ്യൽ എന്താവും? എളുപ്പത്തിൽ ടൈം കുറച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. സോ അടുത്ത നമ്പർ നമുക്ക് ഇവിടെ കിട്ടിയ എന്താണ്? 23 ആണ് അല്ലെ. സോ 23 കഴിഞ്ഞ അടുത്ത നമ്പർ നമുക്കറിയാം, ഇപ്പൊ തന്നെ അറിയാം എന്താണ്? 28 ആണ് അല്ലെ. അടുത്ത നമ്പർ ഏതാണ്? 33 ആണ്. നെക്സ്റ്റ് നമ്പർ എന്താണ്? 38 ആണ്. ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ക്ലിയർ അല്ലേ? ഓക്കെ. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? സീക്വൻസ് കിട്ടി, എക്സെട്ര. ഡൗട്ട് ഇല്ല എല്ലാവർക്കും? ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണം എന്താണ്? റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ ദാറ്റ് ലീവ്സ് റിമൈൻഡർ 3 or 8 അല്ലെ. ആ സീക്വൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് എനി ടേം ഓഫ് ദിസ് സീക്വൻസ് ബൈ 5? അപ്പോൾ നാച്ചുറൽ നമ്പറിനല്ല ഇനി ഡിവൈഡ് ചെയ്യണ്ടേ. അതാണ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കണമെന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ റിമൈൻഡർ? റിമൈൻഡർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. എവിടുത്തെ റിമൈൻഡർ? ഓൺ ഡിവൈഡിങ് എനി ടേം, ഏതെങ്കിലും ടേമിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വെച്ചിട്ട്? ഓഫ് ദി സീക്വൻസ്, ഈ സീക്വൻസ് അതായത് നമ്മൾ ഇപ്പൊ എഴുതിയ സീക്വൻസിൽ വേണം ഡിവൈഡ് ചെയ്യാൻ, അല്ലാതെ നാച്ചുറൽ നമ്പറിൽ പോയിട്ടല്ല എന്ത് ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ ഈ സീക്വൻസിലാ ഏതെങ്കിലും ടേമിലെ ഏത് ടേമിനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? 5 വെച്ച് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടും? ഈസിയാണ്. നമുക്ക് ആദ്യത്തെ ടേം തന്നെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 13 അല്ലേ. 5 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, 2 times 10. ബാലൻസ് എത്ര കിട്ടും? 3 അല്ലെ. സെക്കൻഡ് ടേം 18 ആണ്. 5 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, 3 times 15. ബാലൻസ് എത്ര കിട്ടും? 3. ക്ലിയർ അല്ലേ? ഇനി 23 ചെയ്ത് കഴിഞ്ഞാലും ഞാൻ ചെയ്യുന്നില്ല, മനസ്സിൽ പറയാം. 23 അല്ലേ. 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 times 20. അവിടെ ബാലൻസ് എത്ര കിട്ടും? 3. സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലേ, ഒരു ഫിക്സഡ് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ആണ് നമ്മൾ 5 എന്ന് പറയുന്നത് അല്ലേ. ഈ കോമൺ ഡിഫറൻസ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡർ എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമുക്കിവിടെ കിട്ടുന്ന റിമൈൻഡർ എന്താണ്? 3 ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യനും. ആൻഡ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദിസ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. സാറ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന്. കാരണം ഇത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ എല്ലാം കോമൺ ഡിഫറൻസ് എന്താണ്? സെയിം ആണ്. 13 18 പോകാൻ 5 ആണ്. 18 23 പോകാൻ 5 ആണ്. 23 28 പോകാൻ 5 ആണ് അല്ലെ. ഇത് മതിയിൽ അരിത്തമാറ്റിക് സീക്വൻസ് ആവാനായിട്ട്. ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് വിളിക്കുന്നത്. പക്ഷെ അത് നമ്മളിവിടെ എന്ത് ചെയ്യാം? വാവുകൊണ്ട് പറഞ്ഞാൽ പോരല്ലോ, ആൻസർ പേപ്പറിൽ നമുക്കത് കാണിക്കണ്ടേ. അപ്പൊ അതാണ് എല്ലാവരും ചെയ്യാത്ത കാര്യം. അപ്പൊ ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡിഫറൻസ് സെയിം ആണെന്ന് കാണിച്ചു കൊടുത്താൽ മതി. ഡിഫറൻസ് സെയിം ആയി കഴിഞ്ഞാൽ അതെന്താണ്? അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. സോ നമ്മളിവിടെ എന്ത് ചെയ്യണം? D is equal to second term minus first term. സെക്കൻഡ് ടേം എന്താണ് ഇവിടെ? 18 ആണ്. ഫസ്റ്റ് ടേം എന്താണ് ഇവിടെ? 13 ആണ്. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും. ഞാൻ ഒരെണ്ണം കൂടി ചെയ്യും. തേർഡ് ടേം x3 ഞാൻ വിളിച്ചു. ഓക്കെ. മൈനസ് സെക്കൻഡ് ടേം. തേർഡ് ടേം എന്താണ് ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്നത്? 23 ആണ്.
സെക്കൻഡ് ടേം എന്താണ് 18 ആണ്, അവിടെയും എനിക്ക് എന്ത് കിട്ടി 5 കിട്ടി. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോർത്ത് ടേം തേർഡ് ടേം മൈനസ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. അപ്പോൾ കോൺസിക്യൂട്ടീവ് ടേംസിന്റെ ഡിഫറൻസ് എല്ലാം എന്താണ് 5 ആണ്. സോ ഡിഫറൻസ് ഇവിടെ എന്താണ് കോമൺ ആണ്. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് എവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? അരിത്തമെറ്റിക് സീക്വൻസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് പറയാം ഈ സീക്വൻസ് എന്താണ് അരിത്തമെറ്റിക് ആണ്. ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ബട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാവാത്ത ഒരു ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, വരാൻ പോകുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ നമ്മൾ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, അപ്രോച്ച് ചെയ്യാം. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ മൈന്യൂട്ടായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യാൻ നോക്കാം. ഇപ്പൊ ഇവിടെ തന്നെ റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പറിന്റെ സീക്വൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലീവ്സ് റിമൈൻഡർ 3. സാധാരണ ഒരു നമ്പർ മാത്രമായിട്ടായിരിക്കും ചോദിക്കാറ്. ഇപ്പൊ ഇവിടെ നമുക്ക് 2 നമ്പർ കാണാം, 3 or 8. അപ്പൊ നമ്മൾ രണ്ടും എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഒരു നമ്പർ മാത്രമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, മുമ്പ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ 2 നമ്പേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അവിടേക്കും നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ആ 2 നമ്പർ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അപ്പൊ നമുക്കൊരു സീക്വൻസ് എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ, ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിഫ്ത്ത് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 70. ഓക്കെ, ഫിഫ്ത്ത് ടേം 70. വേണമെങ്കിൽ ആദ്യം തന്നെ എഴുതി വെച്ചു. ഫിഫ്ത്ത് ടേം അല്ലേ x5. ഓക്കെ, x5 is equal to 70. x5 എന്താണ് 70 ആണ്. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണ്, എഴുതി വെച്ചു. ആൻഡ് ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്, 9th ടേം is 50. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, x9 എത്രയാണ്, 50 ആണ്. ഓക്കെ, ഇനി സബ് ക്വസ്റ്റ്യനിലേക്ക് വരാം. മെയിൻ ക്വസ്റ്റ്യനിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഫിഫ്ത്ത് ടേം തന്നിട്ടുണ്ട്, 9th ടേം തന്നു, നമുക്ക് ആവശ്യമുള്ള സാധനം തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. In this sequence, how much does each term decrease when the position increases by 1? സിമ്പിൾ സാധനമാണ് ചോദിച്ചേക്കണം. ചോദിച്ചേക്കണം കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടാന്നുള്ളൂ. ഇവിടെ ഉദ്ദേശിക്കുന്ന കോമൺ ഡിഫറൻസ് ആണ് അവർ. ഫൈൻഡ് കോമൺ ഡിഫറൻസ് എന്ന് സിമ്പിൾ ആയിട്ട് ചോദിക്കുന്നതിന് പകരം അവർ ചോദിച്ചേക്കണം, നോക്കി, ഇൻ ദിസ് സീക്വൻസ്, ഈ സീക്വൻസിൽ ബൈ ഹൗ മച്ച് ഡസ് ഈച്ച് ടേം ഡിക്രീസ്, ഓരോ ടേമും കുറയുന്നത് എത്ര വെച്ചിട്ടാണ്. വെൻ ദ പൊസിഷൻ ഇൻക്രീസസ് ബൈ 1, അതായത് ഒരു ടേമിൽ നിന്ന് അടുത്ത ടേമിലേക്ക് പോകുമ്പോൾ ആ ടേമിൽ ഉണ്ടാവുന്ന കുറവ് എത്രയാണ്. അതായത് ഓരോ ടേം കഴിയും തോറും ചില സീക്വൻസിൽ കൂടി പോകും, ചില സീക്വൻസിൽ കുറഞ്ഞു പോകും. അങ്ങനെയല്ല നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് വരുള്ളൂ. അപ്പൊ ഇവിടെ കുറഞ്ഞാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ആ കുറയുന്നത് എത്രയാണ്, ആ കുറയുന്നതല്ലേ കോമൺ ഡിഫറൻസ് അല്ലെ. അപ്പൊ വെറുതെ കോമൺ ഡിഫറൻസ് ചോദിക്കുന്നതിന് പകരം അവർ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്ത് ചെയ്തു, ചോദിച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്, കോമൺ ഡിഫറൻസ്. നമ്മൾ സാധാരണ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം അല്ലെ, അല്ലെങ്കിൽ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, ഫിഫ്ത്ത് ടേം മൈനസ് ഫോർത്ത് ടേം, അങ്ങനെയാണ് അല്ലെ. പക്ഷെ ചില സിറ്റുവേഷനിൽ തൊട്ടടുത്തുള്ള ടേംസ് തന്നിട്ടുണ്ടാവില്ല. അപ്പൊ ഓൾറെഡി നിങ്ങൾ ഫോർമുല പഠിച്ചിട്ടുണ്ടാവും അല്ലെ. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് പല രീതിയിലായിരിക്കും പലരും ഫോർമുല പഠിച്ചിട്ടുണ്ടാവുക. ഓക്കെ, നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് ഡിസ്റ്റിങ് ടേംസ് ആണ്. ഡിസ്റ്റിങ് ടേംസ് മീൻസ് അടുത്തടുത്തുള്ള ടേം അല്ല. ഇപ്പൊ ഇവിടെ തന്നെ ഒരാൾ 5ാമത്തെ മറ്റേ ആൾ 9ാമത്തെ ടേമാണ്. അടുത്തടുത്തുള്ള ടേം അല്ല തന്നേക്കണത്. അപ്പൊ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ xm മൈനസ് xn ബൈ m മൈനസ് n, am മൈനസ് an ബൈ m മൈനസ് n, അങ്ങനെയും ഫോർമുല പഠിച്ചവരുണ്ടാവും. ഇനി ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, അങ്ങനെയും പഠിച്ചവരുണ്ടാവും. എല്ലാം സെയിം ആണ്. ഓക്കെ, അപ്പൊ 2 ടേംസ് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. താഴെ അവരുടെ പൊസിഷൻസും എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. അത്രേ ഉള്ളൂ നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് ചെയ്യേണ്ടത്. ഇവിടെ സിമ്പിൾ കാര്യമാണ്. നോക്കി, ടേംസ് ഏതൊക്കെയാണ്, x5 ആദ്യം എഴുതാം, എത്രയാണ് 70 ബൈ x9 എത്രയാണ് 50 ബൈ ആ ടേമിന്റെ താഴെ തന്നെ അവരുടെ പൊസിഷൻ ആയിരുന്നു. അതെന്ത് ചെയ്യായിരുന്നു, നമ്മൾ മാറ്റരുത്. അപ്പൊ 70യുടെ താഴെ എന്തിട്ട് കൊടുത്തു 5 മൈനസ് 50യുടെ താഴെ എന്തിട്ട് കൊടുത്തു 9. 70 മൈനസ് 50 എത്രയാണ് 20 ബൈ 5 മൈനസ് 9, വലിയ നമ്പറിന് സൈൻ ഇട്ട് കൊടുക്കണം, മൈനസ് 4. 20 ബൈ 4 എത്രയാണ് 5 ആണ്, മൈനസ് ഉള്ളതുകൊണ്ട് -5. സോ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് -5 ആണ്. അപ്പൊ ഓരോ ടേം കഴിയുമ്പോഴും കുറയുന്നത് എത്ര വെച്ചിട്ടായിരിക്കും, 5 വെച്ചിട്ടായിരിക്കും, 5 വെച്ചിട്ടായിരിക്കും കുറയുന്നത്. സിമ്പിൾ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ. അറ്റ് വാട്ട് പൊസിഷൻ ഡസ് ദ ടേം 0 ഒക്കർ ഇൻ ദിസ് സീക്വൻസ്? ഈ സീക്വൻസിലെ എപ്പോഴാണ് 0 വരുന്നത്? 0 വരുന്നത് എപ്പോഴാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. എപ്പോഴാണെന്ന് അവർ ഉദ്ദേശിച്ചത് അറ്റ് വാട്ട് പൊസിഷൻ അല്ലെ, എത്രാമത്തെ പൊസിഷനിലാണ്. ഇതിപ്പോ ഇവിടെ നമുക്കിവിടെ കാണാം 5ാമത്തെ ടേം 70 ആണ്,
9ാമത്തെ ടേം 50 ആണ് അല്ലെ, 9th ടേം 50 ആണ് അല്ലെ. അതായത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോകുന്നതോറും കുറഞ്ഞാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലായല്ലോ. കോമൺ ഡിഫറൻസ് -5 അല്ലേ. അപ്പൊ കുറഞ്ഞു ഒരു പോയിന്റിൽ എത്തുമ്പോൾ അത് 0 ആയിട്ട് മാറൂലേ. അപ്പോ അത് ഏത് പൊസിഷനിലാണെന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഡയറക്ട്ലി നമുക്ക് പൊസിഷൻ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഫോർമുല യൂസ് ചെയ്യാനാണെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം, നമുക്ക് വേറെ ആളുടെ സഹായം വേണ്ട. ഫോർമുല ഇതാണ്, n = ലാസ്റ്റ് ടേം L അല്ലെങ്കിൽ XN എന്ന് വിളിക്കാം, അല്ലെങ്കിൽ L എന്ന് വിളിക്കാം, മൈനസ് ഫസ്റ്റ് ടേം A ബൈ കോമൺ ഡിഫറൻസ് D പ്ലസ് 1. ഇതാണ് നമ്മളുടെ n കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത്. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ക്ലിയർ അല്ലേ? അപ്പോ ഇവിടെ നമ്മൾ ലാസ്റ്റ് ടേം ആയിട്ട് എടുക്കേണ്ടത് ആരുടെ n ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അവനായിരിക്കണം ലാസ്റ്റ് ടേം. മനസ്സിലായോ? ആരുടെ n ആണോ കണ്ടുപിടിക്കേണ്ടത് അവനായിരിക്കണം ലാസ്റ്റ് ടേം. ഇവിടെ നമുക്ക് ആരുടെ n വേണ്ടത്, 0ന്റെ. അപ്പൊ അവനായിരിക്കണം ലാസ്റ്റ് ടേം. മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം അറിയില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടേം എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് ഞാൻ x5 ഉണ്ട് എൻ്റെ അല്ലെ. അപ്പൊ x5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5th ടേം അല്ലേ. അപ്പൊ 5th ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഫസ്റ്റ് ടേമിന്റെ ഒപ്പം 4 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് നമുക്ക് 5th ടേം കിട്ടുക. അപ്പൊ അവിടെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. നമ്മൾ എന്ത് ചെയ്താൽ മതി, x5 = എത്രയാണ് നമുക്ക് ഇവിടെ, x5 70 ആണ് അല്ലെ, = 70. അപ്പൊ x5 എന്ന് പറഞ്ഞാൽ f പ്ലസ് ഫസ്റ്റ് ടേം പ്ലസ് 4d ആണ് എന്ത്, 70. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ഈ 4d മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 70 4d കുറച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം കിട്ടൂലേ. ലോജിക്കലി ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവൂലേ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, ഈ 70ന്ന് നമ്മൾ എന്ത് കുറക്കണം, 4d കുറക്കണം. 4d ഇൻറ്റു 4 ഇൻറ്റു 70ന്ന് 4d കുറയ്ക്കാണ്ട് വേണ്ട, മൈനസ് 4 ഇൻറ്റു d എത്രയാണ്, d നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, എത്രയാണ്, -5 ആണ്, -5. ഓക്കെ, അപ്പൊ എത്ര കിട്ടും, 70. ഇതേ 2 മൈനസ് വന്നിട്ടുണ്ട്, ഇവിടെയൊക്കെ തെറ്റിക്കണ ഏരിയ ആണ്. 2 മൈനസ് വന്നത് പ്ലസ് ആവും, പ്ലസ് 20 എത്രയാണ്, 90 ആണ് ഫസ്റ്റ് ടേം. ഓക്കെ, ഇനി ഞാൻ 90 കൊണ്ടു ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പോ n = ലാസ്റ്റ് ടേം എന്താണ്, 0. ആരുടെ ആണോ കണ്ടുപിടിക്കേണ്ടത് അവനാണ് ലാസ്റ്റ് ടേം. നമുക്കൊരു 0ന്റെ പൊസിഷനാണ് കണ്ടുപിടിക്കേണ്ടത്. മൈനസ് ഫസ്റ്റ് ടേം എന്താണ്, 90 ബൈ കോമൺ ഡിഫറൻസ് എന്താണ്, -5 പ്ലസ് 1. ഓക്കെ അല്ലേ? 0 - 90 ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. അപ്പൊ n = -90 ബൈ -5 പ്ലസ് 1. ഇതേ മൈനസ് ക്യാൻസൽ ആയി പോയി അല്ലെ. ഇനി 90നെ 5 കൊണ്ടിട്ട് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അപ്പൊ 5 9 എത്ര ടൈംസ് പോകും, 1 ടൈംസ് പോകും അല്ലെ. ബാലൻസ് 4 ഉണ്ട്, 40 5 എത്ര ടൈംസ് പോകും, 18 ടൈംസ് പോകും. ഒരു പ്ലസ് 1 കൂടി ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും, യെസ്, 19th ടേം ആയിരിക്കും നമ്മൾ എന്ത് വരാൻ പോകുന്നത്, 0 വരാൻ പോകുന്നത്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? സിമ്പിൾ അല്ലേ ഇത്? ഓക്കെ, അപ്പൊ ഇത് എപ്പോഴും മനസ്സിലാക്കുക, n കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഓൾറെഡി ഇത് പഠിച്ചിട്ടുണ്ടാവും. ഇത് എപ്പോഴും അറിഞ്ഞിരിക്കുക, n കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഫോർമുല. ആൻഡ് ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് നോക്കാം, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കാം. ഇത് സിമ്പിൾ ആയിട്ട് അവർക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി എന്ന് ചോദിച്ചാൽ മതി. പക്ഷെ അവരൊന്ന് കറക്കി തിരിച്ചാണ് എന്ത് ചെയ്ത് ചോദിച്ചത്. നിങ്ങൾക്ക് കാണാം അവിടെ 1 മാർക്ക് ഉള്ളു തരും. ഒരു കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. ബട്ട് അവരൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ചോദിച്ചത്. എപ്പോഴും ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, വായിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സെക്കൻഡ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 5. രണ്ടാമത്തെ ടേം 5. തുടക്കം തന്നെ എഴുതി വെച്ചു, x2 = 5. ഓക്കെ, ഇനി എന്താണ്, ആൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് ഈസ് 60. സമ്മിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ടേമിനെ x വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ടേം x2, തേർഡ് ടേം x3, 6th ടേം x6 അല്ലെ. അതേപോലെ സമ്മിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് s വെച്ചിട്ടാണ്. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യാം, S6 എത്രയാണ്, 60. ക്ലിയർ അല്ലേ? ഇനി സബ് ക്വസ്റ്റ്യനിലേക്ക് വരാം. വാട്ട് ഈസ് ദ സം ഓഫ് സെക്കൻഡ് ആൻഡ് 5th ടേം? രണ്ടാമത്തെയും 5ാമത്തെയും ടേമിന്റെ സമ്മാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ അറിയേണ്ടത്. രണ്ടാമത്തെയും 5ാമത്തെയും ടേമിന്റെ സമ്മ നോക്കിയാണ് മക്കളെ. 6 ടേമിന്റെ സമ്മാണ് ഇവിടെ എന്ത് തന്നിരിക്കുന്നത്, 60 തന്നിരിക്കണം. 6 ടേമിന്റെ സം കേട്ടോ.
അതെ ഞാനിവിടെ പൊസിഷൻസ് ആണ് എഴുതുന്നത്. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം, സിക്സ്ത് ടേം. ഓക്കെ, ഈ 6 ടേമിനോട് കൂട്ടുമ്പോഴാണ് 60 കിട്ടുന്നത് അല്ലേ. ഇവിടെ നമ്മൾ പെയർ എന്ത് ചെയ്യുക, ഫോം ചെയ്യുക. എങ്ങനെയാണ് പെയർ ഫോം ചെയ്യുന്നത്? ആദ്യത്തെ ടേമും അവസാനത്തെ ടേം, രണ്ടാമത്തെ ടേമും അഞ്ചാമത്തെ ടേം, മൂന്നാമത്തെ ടേമും നാലാമത്തെ ടേം. ഇങ്ങനെയാണ് പേഴ്സ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത് അല്ലെ. ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ നടുക്ക് ഒരാൾ ഒറ്റയ്ക്ക് വന്നേനെ. ഓക്കെ, 6 എന്നുള്ള ഈവൻ നമ്പർ ആയതുകൊണ്ടാണ് കറക്റ്റ് പെയർ എന്ത് ചെയ്യാൻ പറ്റിയത്, ഫോം ചെയ്യാൻ പറ്റിയത്. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര പെയറാണുള്ളത്? 6 ടേം ഉണ്ട്. എത്ര പേരുണ്ട്? 3 പേരുണ്ട്, 3 പേഴ്സ്. അപ്പോ 3 ഇൻറ്റു സം ഓഫ് എ പെയർ, ഒരു പെയറിന്റെ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സം കിട്ടും. ഓക്കെ, അതായത് നമ്പർ ഓഫ് പെയർസ് ഇൻറ്റു സം ഓഫ് എ പെയർ. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഫോർമുലയാണ് അല്ലെ. ഇതിലെ നമ്പർ ഓഫ് പെയർ ആണ് എന്ത്, 3. ഇനി സം ഓഫ് എ പെയർ നമുക്കറിയില്ല, ഞാൻ സം ഓഫ് പെയർ SP ഇട്ട് സം ഓഫ് പെയർ. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സം കിട്ടും. ടോട്ടൽ സം എത്രയാണ്? 60 അല്ലേ. ഓക്കെ, അപ്പൊ ഇതിൽ സം ഓഫ് എ പെയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സം ഓഫ് പെയർ ഇസ് ഈക്വൽ ടു 60. 3 ഇപ്പുറം കൊണ്ടുവന്നാൽ പോരെ, ഇൻറ്റു 3 ഇപ്പുറം വരുമ്പോൾ എന്താവും? ഡിവൈഡ് 3 ആവും. സോ സം ഓഫ് എ പെയർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 20. എന്താണ് ഈ സം ഓഫ് എ പെയർ? ഓരോ പെയറും കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും, അതാണ് സം ഓഫ് എ പെയർ. ഇവിടെ നമുക്ക് ഏതൊക്കെയാണ് പെയർ? x1 ഉണ്ട്, x6 ഉണ്ട് അല്ലെ, അതൊരു പെയറാണ്. x2 ഉണ്ട്, x5 ഉണ്ട്, അതൊരു പെയറാണ്. x3 ഉണ്ട്, x4 ഉണ്ട്, അതും ഒരു പെയറാണ്. എല്ലാ പെയറിന്റെയും സം എന്ത് തന്നെയായിരിക്കും? 20 തന്നെയായിരിക്കും. ഓരോ പെയറിന് വേറെ വേറെ സം ഒന്നും കിട്ടൂല. അതുകൊണ്ട് ഒറ്റ സം ഓഫ് എ പെയർ കണ്ടുപിടിച്ചാൽ എല്ലാവർക്കും എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ആൻഡ് ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സെക്കൻഡ് ടേമും ഫിഫ്ത്ത് ടേമും കൂട്ടിയാൽ എത്ര കിട്ടുന്നല്ലേ? അവരൊരു പെയർ അല്ലേ മക്കളെ. അപ്പോ സെക്കൻഡ് ടേമും ഫിഫ്ത്ത് ടേമും കൂട്ടി കഴിഞ്ഞാൽ എത്രയേ കിട്ടുള്ളൂ? 20 കിട്ടുള്ളൂ. സോ x2 പ്ലസ് x5 is equal to 20. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ഗൈഡ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇത് സിമ്പിൾ അല്ലേ. അപ്പൊ പെയർ നോട്ട് ചെയ്ത് വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ആൻഡ് അടുത്തത് എന്താണ്? വാട്ട് ഈസ് ദി ഫിഫ്ത്ത് ടേം? അഞ്ചാമത്തെ ടേം എത്രയാണ്? അതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അതിനാണ് അവര് തുടക്കത്തിലേതേ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ കാണാം, ഈ സെക്കൻഡ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 5. ഈ പറഞ്ഞേക്കണ ഇതൊരു വെറുതെ ഭംഗിക്ക് എന്തൊക്കെയാണ്? അല്ല, നമ്മൾ ഈ സം ഓഫ് എ പെയർ കണ്ടുപിടിച്ചതിന് ശേഷം അത് വെച്ചിട്ട് ഈ സെക്കൻഡ് ടേം യൂസ് ചെയ്തിട്ട് ഫിഫ്ത്ത് ടേം കണ്ടുപിടിക്കാൻ വേണ്ടി അവർ തന്നേക്കണത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ അത് യൂസ് ചെയ്തില്ല എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനിലുള്ളത് നമുക്ക് ഈ ആവശ്യമില്ല എന്നല്ലാട്ട് അർത്ഥം. എപ്പോഴും ക്വസ്റ്റ്യനിലേക്ക് തന്നിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അതിനുവേണ്ടി ഞാൻ തുടക്കത്തിൽ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് x2 is equal to എന്തെന്ന്? 5. അപ്പൊ വീണ്ടും നമ്മൾ സം ഓഫ് എ പെയർ ഇക്വേഷനിലേക്ക് വന്ന് x2 plus x5 is equal to 20. x2 നമുക്കറിയാടാ എത്രയാണ്? 5 ആണ്. പ്ലസ് x5 is equal to 20. ഞാൻ 5 അപ്പുറം കൊണ്ടുപോയ പോരെ, പരിപാടി കഴിഞ്ഞില്ലേ? x5 is equal to 20 minus 5. xy is equal to 50. ഓക്കെ, അപ്പൊ നമുക്ക് അഞ്ചാമത്തെ ടേം x5 എത്ര കിട്ടി? 15 കിട്ടി. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇത് ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 15 ടേംസ്? ആദ്യത്തെ 15 ടേംസിന്റെ സമ്മ് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ സം ഓഫ് 15 ടേംസ് എന്ന് പറയുമ്പോൾ നമുക്ക് സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മളെ കയ്യിലുണ്ട്. 2 ഇക്വേഷൻ ഉണ്ട് നമ്മളെ കയ്യിൽ അല്ലെ. എന്തൊക്കെയാണ്? n/2 ഇൻറ്റു 2f പ്ലസ് n - 1 ഇൻറ്റു d. ആ ഫോർമുല യൂസ് ചെയ്യാം. അല്ലെങ്കിൽ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ആ ഫോർമുല ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഫോർമുലാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ സം എന്ത് ചെയ്യാൻ പറ്റണം? കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ അറിയാമെന്ന് വേണം ആദ്യം നോക്കാനായിട്ട്. ഓക്കെ, നമുക്ക് ഇവിടെ എന്തൊക്കെ അറിയാം? നമുക്ക് ഇവിടെ രണ്ടാമത്തെ ടേം അറിയാം, അതുപോലെ തന്നെ അഞ്ചാമത്തെ ടേം അറിയാം. ഈ രണ്ടാമത്തെയും അഞ്ചാമത്തെയും ടേം വെച്ച് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റൂലേ? ഓക്കെ, അപ്പൊ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സെക്കൻഡ് ടേമിൽ നിന്ന് ഫിഫ്ത്ത് ടേമിലേക്ക് ഒന്നല്ലെങ്കിൽ ആ എത്ര കോമൺ ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോർമുല യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഏതെങ്കിലും ഒരു രീതിയിലൊക്കെ എന്ത് ചെയ്താൽ മതി? പോയാൽ ഫോർമുല മതിയെങ്കിൽ ഫോർമുല ചെയ്യാം. അത് കുറച്ചും കൂടി എളുപ്പം, കൺഫ്യൂസിങ് ഉണ്ടാവില്ല. d is equal to x5 minus x2 by 5 minus 2. ഓക്കെ, അപ്പൊ x5 എത്രയാ? അത് ഇപ്പൊ കണ്ടുപിടിച്ചു, 15. x2 എത്രയാ? ഓൾറെഡി നമുക്ക് നേരത്തെ അറിയായിരുന്നു. x2 എത്രയാണ്? 5 ബൈ താഴെ ഇപ്പൊ എന്ത് വരും? 5 minus
2. 50 മൈനസ് 5 10. 5 മൈനസ് 2 എത്ര വരും നമുക്ക്? 3. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ത് കിട്ടി ഇവിടെ? 10/3. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി കോമൺ ഡിഫറൻസ് നമുക്ക് ഇവിടെ കിട്ടി. ഇനി നമുക്ക് എന്തും കൂടി വേണം? ഫസ്റ്റ് ടേമും കൂടി വേണം അല്ലേ? ഫസ്റ്റ് ടേമും കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ടേം വേണ്ട, x2 ഉണ്ടല്ലോ നമ്മളതിൽ, x2 വെച്ചിട്ട് ഈസി ആയിട്ട് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ x2 മൈനസ് കോമൺ ഡിഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ x1 അല്ലെങ്കിൽ f കിട്ടുമല്ലോ. വേറെ നമുക്ക് ഒന്നിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സെക്കൻഡ് ടേം ഓൾറെഡി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു കോമൺ ഡിഫറൻസ് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. സോ സെക്കൻഡ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് അല്ലേ, എത്രയാണ്? d is equal to ഫസ്റ്റ് ടേം. ഓക്കെ, ഓൾറെഡി എഴുതി. സോറി, ഈ സൈഡിലേക്ക് എഴുതാണേ. ഇപ്പോൾ സെക്കൻഡ് ടേം എത്രയാണ്? നമ്മളാ 5 ആണ്. മൈനസ് കോമൺ ഡിഫറൻസ് എത്രയാണ്? ഇപ്പൊ കണ്ടുപിടിച്ചു. എത്രയാണ്? 10/3 ആണ്. ഇത് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം കിട്ടും. സോ ഇതെങ്ങനെ മൈനസ് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ? ഇപ്പൊ 5 × 3 15 മൈനസ് 10/3 എത്രയാണ്? 5. 5/3 ആണ് എന്ത്? ഫസ്റ്റ് ടേം. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇനി ഫസ്റ്റ് ടേം കിട്ടിയല്ലോ. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും വെച്ച് നമുക്ക് സം കണ്ടുപിടിക്കാമല്ലോ. എത്ര ടേമിന്റെ സമ്മാണ് നമുക്ക് വേണ്ടത്? 15 ടേംസിന് സമ്മാണ് വേണ്ടത് അല്ലേ? അപ്പൊ എന്താണ് ഫോർമുല? S15 is equal to n/2 2f plus n-1 into d അല്ലേ? ഇത് ചെയ്ത് കഴിഞ്ഞാൽ 15 ടേംസിന്റെ സം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. n/2 15 ആണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. 2f 2 into f എന്താണ്? 5/3 പ്ലസ് n-1. അപ്പൊ 50 - 1 എത്രയാണ്? 14 into d എത്രയാണ്? 10/3. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ എന്ത് കിട്ടും? 15/2 into ഇവിടെ 10/3 പ്ലസ് ഇവിടെ എന്ത് കിട്ടും? 140/3. അപ്പൊ 15/2 into ഇതിവിടെ ഡിനോമിനേറ്റർ സെയിം ആണ് മക്കളെ. ഡിനോമിനേറ്റർ സെയിം ആണ്, നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. 10 + 140 എത്ര കിട്ടും നമുക്ക്? 150. അപ്പൊ 150/3. 3 15 5 ടൈംസ് പോകൂലേ? 2 150 എത്ര ടൈംസ്? 75 ടൈംസ് പോകൂലേ? സോ ആൻസർ ഈസ് 5 × 75. 75 × 5 ചെയ്ത് നോക്കാം. 75 × 5. 5 5s are 25. ബാലൻസ് 2. 7 5s are എത്രയാണ്? 35 പ്ലസ് 2 എത്രയാണ്? 37. നമുക്ക് ആൻസർ എത്ര കിട്ടി? 375. സം ഓഫ് 15 ടേംസ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും ഇത്? ഓക്കെ, അപ്പോൾ ഈ സമ്മ് കണ്ടുപിടിക്കണം മാത്രം നമുക്ക് ഫോർമുല യൂസ് ചെയ്ത് കുറച്ച് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു ഉണ്ടായി. അതുകൊണ്ട് അതിന് എത്ര മാർക്ക് ഉണ്ട്? 2 മാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. ബാക്കി മറ്റേത് രണ്ടും ഓരോ മാർക്ക് വെച്ച് ടോട്ടൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തേക്കണത്? എൻ്റെ അരിത്തമെറ്റിക് സീക്വൻസ് ഇങ്ങനെ ആയിരിക്കും കേട്ടോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. വെറുതെ ഒരു ക്വസ്റ്റ്യന് തന്നെ 3 മാർക്ക് 4 മാർക്കൊന്നും ഉണ്ടാവില്ല. സബ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ ആയിരിക്കും അരിത്തമെറ്റിക് സീക്വൻസിൽ എന്ത് ചോദിക്കുക? ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതിൽ സമ്മിന്റെ ഏരിയയിൽ വരുമ്പോൾ ഒരു 2 മാർക്കും 3 മാർക്കൊക്കെ ഉണ്ടാവും. ടേമിന്റെ ഏരിയയിലൊക്കെ കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ഓരോ മാർക്ക് വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം ഏതൊക്കെ ഏരിയയിലാണ് എത്രയൊക്കെ വെച്ചിട്ടാണ് മാർക്ക് എന്ത് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതൊക്കെ അല്ലേ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് നോക്കാം? റിവൈൻഡ് ചെയ്ത് നോക്കാം കേട്ടോ. കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് സാറ് ഓരോന്നും എങ്ങനെയാണ്, ഓരോ സ്റ്റെപ്സും എങ്ങനെയാണ് ചെയ്യേണ്ടെന്നുള്ള കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആ പോർഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആവും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, prove that the sum of any number of consecutive terms of the sequence 4, 12, 20, etc. starting from the first is a perfect square. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇതാണ്. പ്രൂഫ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ആണല്ലേ പ്രൂഫ്. കാരണം നമുക്ക് ബാക്കിയുള്ള സൊല്യൂഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഫോർമുല വെച്ചിട്ട് എന്ത് ചെയ്യാൻ അറിയാം? ചെയ്യാൻ അറിയാം. പക്ഷേ പ്രൂഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് എന്താണ്? ബുദ്ധിമുട്ടാണ്. അപ്പൊ പ്രൂഫ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി നമ്മളെ കയ്യിൽ എന്തുണ്ട്? ആൻസർ ഉണ്ട്. അങ്ങനെ വേണം നമ്മൾ പ്രൂഫ് ക്വസ്റ്റ്യനെ കാണാനായിട്ട്. ഓൾറെഡി ആൻസർ ഉണ്ട്. നമുക്ക് ആ ആൻസറിലേക്ക് എന്ത് ചെയ്താൽ മതി? എത്തിയാൽ മതി. ഓക്കെ, പിന്നെ അരിത്തമെറ്റിക് സീക്വൻസിൽ പ്രൂഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ കുറവാണ് വരുന്നത്. ബട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. നമുക്ക് പ്രൂവ് ആണ് ചെയ്യേണ്ടത്. എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്നാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത് നോക്കേണ്ടത്. നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? സം ഓഫ്
എനി നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ദി സീക്വൻസ്. ഇവിടെ നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട് അല്ലെ. ഈ സീക്വൻസിൽ ഏത് കോൺസിക്യൂട്ടീവ് ആണ് അടുത്തടുത്തുള്ള എത്ര ടേംസിന്റെ സം എടുത്താലും അതെന്തായിരിക്കണം, ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം എന്ന് നമ്മൾ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആദ്യത്തെ രണ്ടെണ്ണം വേണമെങ്കിൽ ഇപ്പൊ നോക്കി 4ഉം 12ഉം ആഡ് ചെയ്താൽ എത്ര കിട്ടും, നമുക്ക് 16 കിട്ടും. നമുക്കറിയാം 16 എന്താണ്, ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 4ന്റെ സ്ക്വയർ ആണ് അല്ലെ. വേണമെങ്കിൽ അടുത്ത 3 ആഡ് ചെയ്താൽ നമുക്ക് 36 കിട്ടും. 36 അറിയാൻ നമുക്ക് എന്താണ്, പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ബട്ട് നമുക്ക് ഇങ്ങനെ ഓരോന്ന് ആഡ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ, ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഓൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെ, സമ്മിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ സമ്മിന്റെ ഇക്വേഷൻ എഴുതി, എന്താണ്, Sn is equal to n/2 into 2a plus n minus 1 into d. ഇതാണ് സമ്മ്. ഓക്കെ, അപ്പൊ ഈ സമ്മിലേക്ക് ഞാൻ എന്നിന്റെ അവിടെ n എന്ന് തന്നെ ഇടുള്ളൂ. കാരണം ഞാൻ ഇത്ര ടേം എന്ത് ചെയ്യുന്നില്ല, സ്പെസിഫൈ ചെയ്യുന്നില്ല. ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഈ ഒരു സമ്മ് എല്ലാ ടേംസിന്റെ സമ്മിലേക്കും നമുക്ക് എന്താണ്, ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പൊ n/2 into 2a, a എന്താണ്, 4 ആണ്. സോ 2 into 4 plus n minus 1 into d. d എന്താണ് ഇവിടെ, 12 minus 4 8 ആണ്. ഓക്കെ അല്ലേ. സോ n/2 into 2 into 4 8 plus n minus 1 into 8. ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്, 8 വെച്ചിട്ട് ഇതെന്താവും, 8n minus 8 ആവും. ക്ലിയർ അല്ലേ. ആൻഡ് ബ്രാക്കറ്റിന്റെ അകത്തുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. n/2 into 8ഉം 8ഉം ക്യാൻസൽ ആയി പോയി. സോ n/2 into 8n. ഓക്കെ, ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ എന്താവും, 2 8ൽ 4 ടൈംസ്. സോ 4n സ്ക്വയർ എന്നാണ് എനിക്ക് ഇവിടെ സം കിട്ടുന്നത്. Sn is equal to 4n സ്ക്വയർ. ഓക്കെ, അപ്പൊ ഈ 4n സ്ക്വയറിനെ ഞാൻ 2n the whole സ്ക്വയർ എന്ന് എഴുതിക്കോട്ടെ. കാരണം 4n സ്ക്വയർ എന്നല്ലേ, 4ന് നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതാലോ. അപ്പൊ 2 സ്ക്വയർ n സ്ക്വയർ എന്നുള്ളത് 2n the whole സ്ക്വയർ എന്ന ഫോമിലേക്ക് ഞാൻ എന്ത് ചെയ്തു, മാറ്റി. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കിയേ. പ്രൂവ് ദാറ്റ് ദ സം ഓഫ് any number of consecutive terms of the sequence 4, 12, 20 etc. starting from the first is a perfect square. ഞാനിവിടെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് ഓൾജിബ്രിക് എക്സ്പ്രഷൻ കിട്ടിയത് എന്താണ്, 2n the whole square എന്നാണ്. ഇത് പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, ഒരു നമ്പറിന്റെ സ്ക്വയറിനെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. എനിക്ക് ഇവിടെ സമ്മ് കിട്ടിയേക്കുന്നത് എന്താണ്, 2n the ഹോൾ സ്ക്വയർ. നിങ്ങളുടെ എന്നിന് ഏത് നമ്പറാണ് ഇട്ട് കൊടുക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടും, സമ്മ് കിട്ടും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എന്നിന് 1 ഇട്ട് കൊടുത്തെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും, 2 put n is equal to 1. സോ s1 ഫസ്റ്റ് ടേമിന്റെ സമ്മ് 2 into 1 the whole square. അപ്പൊ എത്ര കിട്ടും, 2 സ്ക്വയർ. ആൻസർ എന്താണ്, 4. ഫസ്റ്റ് ടേം നമ്മളുടെ 4 അല്ലേ. ഇനി s2 ആന്ന് വിചാരിക്കും, രണ്ട് ടേമിന്റെ സം. അപ്പൊ എന്ത് കിട്ടും, 2 into 2 the whole square. അപ്പൊ എന്ത് വന്ന്, 4 സ്ക്വയർ. എത്ര കിട്ടുക, 16. നിങ്ങൾ ആദ്യത്തെ രണ്ട് നമ്പർ ആഡ് ചെയ്ത് നോക്ക്, 4ഉം 12ഉം ആഡ് ചെയ്താൽ 16 അല്ലേ കിട്ടുള്ളൂ. ഇനി ഇതേപോലെ തന്നെ 3 ടേമിന്റെ സം എടുത്തു കഴിഞ്ഞാൽ 4ഉം 12ഉം 20ഉം കൂടി ആഡ് ചെയ്താൽ 36 അല്ലേ. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും, 36. കാരണം 2 into 3 the whole square 6 സ്ക്വയർ വരും, 36 കിട്ടും. ക്ലിയർ ആണോ, ഇത് മനസ്സിലായോ? ഇമ്പോർട്ടന്റ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, ഇനി ഇതിന്റെ തന്നെ സബ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. എന്താണ് സബ് ക്വസ്റ്റ്യൻ? റൈറ്റ് അനദർ അരിത്മെറ്റിക് സീക്വൻസ് such that the sum of any natural number of consecutive terms starting from first is always a perfect square. അടുത്തതും എന്താണ്, ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുന്ന ഒരു സീക്വൻസിന്റെ എക്സാമ്പിൾ ആണ് എഴുതേണ്ടത്. നമ്മൾ എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു സീക്വൻസ് ഉണ്ട് പെർഫെക്റ്റ് സ്ക്വയറിന്റെ. ആരാണിത്? സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് 1, 3, 5, 7 എക്സെട്ര. ഓക്കെ, ഈ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സിന്റെ എന്തായിരിക്കും, പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. കാരണം നിങ്ങൾ ആഡ് ചെയ്ത് നോക്ക്, 1ഉം 3ഉം ആഡ് ചെയ്താൽ എത്ര കിട്ടുക, 4 ആണ് കിട്ടുക. 4 2ന്റെ സ്ക്വയർ അല്ലേ. ഇനി 1ഉം 3ഉം 5ഉം കൂടി ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുക, 9 ആണ് കിട്ടുക. 9 പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ. ഇനി 1ഉം 3ഉം 5ഉം ആ 9ന്റെ കൂടെ ഒരു 7ഉം കൂടി നിങ്ങൾ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും, 16 കിട്ടും. അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ. സോ ഇതിന്റെ സം എന്ന് പറയുന്നത്, ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് എന്താണ്, Sn is equal to n സ്ക്വയർ. നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ടതാണ്. സം ഓഫ് നാച്ചുറൽ നമ്പർ, സം ഓഫ് ഈവൻ നമ്പർ ആൻഡ് സം ഓഫ് ഓഡ് നമ്പർ. അപ്പോൾ സമ്മ് നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുന്ന വേറൊരു ടൈപ്പ് ഓഫ് സീക്വൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്താം, ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് ചെയ്താം. അതിന്റെ സം എന്തായിരിക്കും, പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ് ഇത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ അരിത്മെറ്റിക് സീക്വൻസ് ഗിവൺ ബിലോ. ഇനി പ്രൂഫ് ഇല്ല,
കാരണം പ്രൂഫ് കഴിഞ്ഞു. നമുക്ക് പ്രൂഫ് ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതും ഈ പെർഫെക്റ്റ് സ്ക്വയർ കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് പ്രൂഫ് എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തോളാൻ പറഞ്ഞത്. അടുത്ത് നമ്മൾ വീണ്ടും അരിത്തമെറ്റിക് സീക്വൻസിന്റെ എപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് ഫോർമുലാസ് യൂസ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിലേക്ക് തന്നെയാണ് വരുന്നത്. കൺസിഡർ ദ അരിത്തമെറ്റിക് സീക്വൻസ് ഗിവൺ ബിലോ. നമുക്ക് 2 സീക്വൻസ് ഇവിടെ തന്നിട്ടുണ്ട്. 2 സീക്വൻസ് കേട്ടോ. ആദ്യത്തത് 5,8,11 എക്സെട്ര നിങ്ങൾക്ക് കാണാം. സീക്വൻസ് 2 4 7 10 അതും നിങ്ങൾക്ക് കാണാം. വാട്ട് ഇസ് എ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് ഈച്ച് ഓഫ് ദി ഫസ്റ്റ് സീക്വൻസ് ബൈ 3? ആദ്യത്തെ സീക്വൻസിലെ ടേംസിനെയൊക്കെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് കിട്ടും എന്നാണ് നോക്കേണ്ടത്. നമുക്കറിയാം, നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്താണ് അല്ലെ, ഒരു ഫിക്സഡ് നമ്പർ കൊണ്ട്. ഇപ്പൊ ഇവിടെ 3 എന്ന് പറയുന്നത് അവിടുത്തെ കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡേഴ്സ് എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലെ. അപ്പൊ എല്ലാവരും ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരാളെ മാത്രം എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. സോ ഫസ്റ്റ് സീക്വൻസ് കേട്ടോ, ഫസ്റ്റ് സീക്വൻസിലെ ടേംസ് ഡിവൈഡ് ചെയ്യാണ്. ആദ്യത്തെ ടേം 5 ആണ്. ഞാൻ 5 തന്നെ ഡിവൈഡ് ചെയ്യാണ്. 5നെ 3 വെച്ച് ഞാൻ എന്ത് ചെയ്ത് ഡിവൈഡ് ചെയ്ത് 1 ടൈംസ് പോയി 3 ബാലൻസ് എന്ത് വന്നു? 2. ഇനി 8നെ ഡിവൈഡ് ചെയ്താലും നമുക്ക് എന്തെന്നെ കിട്ടുള്ളൂ? 2 തന്നെ കിട്ടുള്ളൂ. 11നെ ഡിവൈഡ് ചെയ്താലും എന്തെന്നെ കിട്ടുള്ളൂ? 2 തന്നെ കിട്ടുള്ളൂ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഇസ് എ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് ഈച്ച് ഓഫ് ദി സെക്കൻഡ് സീക്വൻസ് ബൈ 3? സെക്കൻഡ് സീക്വൻസിന്റെയും കോമൺ ഡിഫറൻസ് 3 തന്നെയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 4 7 10 എക്സെട്ര അല്ലെ. അപ്പൊ സെക്കൻഡ് സീക്വൻസിന്റെയും കോമൺ ഡിഫറൻസ് എന്ത് തന്നെയാണ്? 3 തന്നെയാണ്. അപ്പൊ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നോക്കാം. സെക്കൻഡ് സീക്വൻസ് ഫസ്റ്റ് ടേം എന്താണ്? 4 ആണ്. 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ടൈംസ് 3 ബാലൻസ് എന്ത് വരും? 1 വരും. എല്ലാത്തിലും ഇതേപോലെ തന്നെ വരുള്ളൂ അല്ലെ. 7നെയും ഡിവൈഡ് ചെയ്താൽ 6 ആയിരിക്കും വരാൻ പോകുന്നത്, റിമൈൻഡർ 1 വരും. അതേപോലെ തന്നെ 10നെ ഡിവൈഡ് ചെയ്താൽ 3 വെച്ചാൽ ഡിവൈഡ് ചെയ്യുന്നത് 9 ആയിരിക്കും 3 ടൈംസ് വരാൻ പോകുന്നത്, റിമൈൻഡറും അവിടെ എന്ത് വരും? 1 വരും. അപ്പോൾ ആദ്യത്തെ സീക്വൻസ് റിമൈൻഡർ 2, രണ്ടാമത്തെ സീക്വൻസ് റിമൈൻഡർ 1 ക്ലിയർ അല്ലേ. ആൻഡ് മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ്. ഇതേവിടെ പ്രൂഫ് വന്നിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് ദ സ്ക്വയർ ഓഫ് ഈച്ച് ടേം ഓഫ് ദി ഫസ്റ്റ് സീക്വൻസ് ഇസ് എ ടേം ഓഫ് ദി സെക്കൻഡ് സീക്വൻസ്. നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? 2 സീക്വൻസിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് പ്രൂഫ് ഇവിടെ ചോദിച്ചേക്കുന്നത് അല്ലെ. എപ്പോഴും പ്രൂഫ് ക്വസ്റ്റ്യൻ പ്രശ്നം, നിങ്ങൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം? വായിക്കണം. അവരെന്താണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കണമെന്ന് നമുക്ക് ക്ലിയർ കട്ട് വിഷൻ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസിലേക്ക് ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞാൽ പ്രൂവ് ദാറ്റ്, പ്രൂവ് ചെയ്യണം എന്താണ്? സ്ക്വയർ ഓഫ് ഈച്ച് ടേം ഓഫ് ദി ഫസ്റ്റ് സീക്വൻസ്. ഫസ്റ്റ് സീക്വൻസിലെ ഓരോ ടേമും സ്ക്വയർ ചെയ്താൽ ഇസ് എ ടേം ഓഫ് സെക്കൻഡ് സീക്വൻസ്. അത് എവിടെ ഉണ്ടാവണം? സെക്കൻഡ് സീക്വൻസിൽ ഉണ്ടാവണം എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ എപ്പോഴും പ്രൂഫിന്റെ കാര്യം വരുമ്പോൾ നമുക്ക് ഒരാളെ വിളിച്ചേ പറ്റുള്ളൂ. അയാൾ ആരാണ്? ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്. ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഇല്ലാണ്ട് നമുക്ക് പ്രൂഫ് ചെയ്യൽ വളരെ എന്താണ്? ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ നേരത്തെ സമ്മിനെ കുറിച്ചിട്ടായിരുന്നു പ്രൂഫ് ചോദിച്ചത് അല്ലെ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ടേമിനെ കുറിച്ചിട്ടാണ് എന്ത് ചോദിച്ചിരിക്കുന്നത്? പ്രൂഫ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആരെ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യേണ്ടത്? ഫസ്റ്റ് സീക്വൻസിലെ എല്ലാ ടേംസിന്റെയും സ്ക്വയർ എവിടെ ഉണ്ട്? സെക്കൻഡ് സീക്വൻസിൽ ഉണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് സീക്വൻസിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്? ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, ഫസ്റ്റ് സീക്വൻസിൽ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 5 8 11. ഇതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് ഞാനിപ്പോ എന്ത് ചെയ്യാൻ പോകുന്നത്? കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? dn പ്ലസ് f മൈനസ് d അല്ലെ. d എന്താണ്? കോമൺ ഡിഫറൻസ് 3 ആണ്. n പ്ലസ് f മൈനസ് d എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേം 5 ആണ്, കോമൺ ഡിഫറൻസ് 3 ആണ്. മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 കിട്ടും. സോ ആൻസർ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 3n പ്ലസ് 2. ഇതാണ് ഫസ്റ്റ് സീക്വൻസിലെ ഓരോ ടേമും ഇതാണ്. 3n പ്ലസ് 2 എന്ന് പറഞ്ഞാൽ അതിന് എന്നിന്റെ അവിടെ 1 ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടേം കിട്ടും 5, എന്നിന്റെ അവിടെ 2 ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് സെക്കൻഡ് ടേം കിട്ടും 8, എന്നിന്റെ അവിടെ 3 ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് തേർഡ് ടേം കിട്ടും 11. അതായത് ഈ ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷന്റെ അകത്ത് ഫസ്റ്റ് സീക്വൻസിലെ എല്ലാ ടേമും ഉണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷന് സ്ക്വയർ കൊടുത്താൽ ഫസ്റ്റ് സീക്വൻസിലെ എല്ലാ ടേമിനും സ്ക്വയർ കൊടുക്കുന്ന പോലെ അല്ലേ. അതാണ് ഓൾജിബ്രിക് എക്സ്പ്രഷന്റെ ഗുണം. ഇയാളെ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ സീക്വൻസിലെ എല്ലാ ടേംസിനെയും ചെയ്യുന്നത് പോലെയാണ്. ഓക്കെ, അപ്പോ ഫസ്റ്റ് സീക്വൻസിലെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഞാൻ എന്ത് കൊടുക്കാൻ പോവാണ്? സ്ക്വയർ കൊടുക്കാം. അങ്ങനെ തന്നെ ഒരു ക്വസ്റ്റ്യനും പറഞ്ഞേക്കണത് അല്ലെ. പ്രൂവ് ദാറ്റ് ദ സ്ക്വയർ ഓഫ് ഈച്ച് ടേം ഓഫ് ഫസ്റ്റ് സീക്വൻസ്. നമുക്ക് ഫസ്റ്റ് സീക്വൻസിൽ ഓരോന്ന് സ്ക്വയർ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇവിടെ കുറെ സീക്വൻസ് ഉണ്ട്, നമുക്ക് ഓരോന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓൾജിബ്രിക് എക്സ്പ്രഷന്റെ എന്തെടുക്കും? സ്ക്വയർ എടുക്കും. ഓക്കെ, അപ്പൊ
square of algebraic expression is equal to 3n plus 2 the whole square. എന്തെന്ന് എഴുതി? 3n plus 2 the whole square. ക്ലിയർ അല്ലേ? ഇനി 3n plus 2 the whole square എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 3n സ്ക്വയർ 9n സ്ക്വയർ പ്ലസ് വെറുതെ 3n സ്ക്വയറും 2 സ്ക്വയർ എടുത്ത് വെക്കരുത്. നിങ്ങൾക്ക് അറിയാം ഓൾറെഡി 3n plus 2 എന്ന് പറയുമ്പോൾ a plus b the whole സ്ക്വയറിലാണ് ഇതെന്ന് അറിയാം. എന്നാലും സാർ ഒന്നും കൂടി പറയാണ്, ഒരുപാട് പേര് എക്സാമിന് ഇത് വെറുതെ 3n സ്ക്വയറും 2 സ്ക്വയറും എഴുതി വെക്കും. അങ്ങനെ എഴുതിയാൽ തെറ്റാണ്. a plus b the whole സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യേണ്ടത് a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ അങ്ങനെ തന്നെ വേണം എക്സ്പാൻഡ് ചെയ്യാനായിട്ട്. സോ 9n the whole square is equal to 2 into 3n into 2. അതാണ് 2ab plus b സ്ക്വയർ. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ എന്താവും? 9n സ്ക്വയർ പ്ലസ് 2 into 3 6 12n പ്ലസ് 4 ഇങ്ങനെയാവും. ഓക്കെ, ആൻഡ് ഞാനിവിടെ ചെറിയൊരു ചേഞ്ച് വരുത്തുന്നുണ്ട്. 9n സ്ക്വയർ പ്ലസ് 12n ഞാൻ ഇങ്ങനെ എഴുതിയിട്ട് ഈ 4നെ 3 plus 1 എന്ന് പറയാം സ്പ്ലിറ്റ് ചെയ്ത്, കുഴപ്പമില്ലല്ലോ. 3 plus 1 എന്ന് എഴുതി കഴിഞ്ഞാൽ 4 തന്നെ അല്ലേ? എന്തിനാണ് ഇത് സ്പ്ലിറ്റ് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ ടേമിൽ 9 കാണാം, രണ്ടാമത്തെ ടേമിൽ 12ഉം കാണാം അല്ലെ? കണ്ടോ, ആദ്യത്തെ ടേമിൽ എന്തുണ്ട്? ഇത് 9 ഉണ്ട്, രണ്ടാമത്തേൽ 12 ഉണ്ട്. ഇവിടെ 9 12, ഇവിടെ മൂന്നാമത് വന്നിരിക്കുന്ന 4 ആണ്. എനിക്കിവിടെ 3 കോമൺ എടുക്കണം, പക്ഷെ 4ൽ നിന്ന് എനിക്ക് 3 എന്ത് ചെയ്യാൻ പറ്റൂല, കോമൺ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ 4നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 3 plus 1 എന്നാക്കി. പിന്നെ അതേ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തേക്കണം 3 നേരം കണ്ട 9 12 3. ഈ 3 പേരിൽ നിന്ന് എനിക്ക് 3 എന്ത് ചെയ്യാൻ പറ്റും, കോമൺ എടുക്കാൻ പറ്റും. 3 എന്തിനാ കോമൺ എടുക്കാന്ന് ഞാൻ ഇപ്പൊ പറയാം. ഓക്കെ, ഞാൻ ആദ്യം 3 കോമൺ എടുക്കാണ്. 3 കോമൺ എടുത്തു കഴിഞ്ഞാൽ 3n സ്ക്വയർ പ്ലസ് 4n പ്ലസ് 1, അത് കഴിഞ്ഞാൽ പ്ലസ് 1 കൂടി വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ നമുക്ക് സ്ക്വയർ ഓഫ് ഫസ്റ്റ് സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെ? ഓൾജിബ്രിക് എക്സ്പ്രഷന്റെ സ്ക്വയർ നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് 3 ഇൻറ്റു ബ്രാക്കറ്റിന്റെ അകത്താണ്. ബാക്കിയുള്ള ഈ ബ്രാക്കറ്റിന്റെ അകത്തുള്ള ആൾക്കാരെ ഞാൻ അതൊന്നുകൂടി ഷെയ്ഡ് ചെയ്ത് വെക്കണ്ടേ. ബ്രാക്കറ്റിന്റെ അകത്തുള്ളത് ആരാണ്? 3n സ്ക്വയർ പ്ലസ് 4n പ്ലസ് 1, അത് കഴിഞ്ഞാൽ പ്ലസ് 1. ഇനി നമ്മൾ നേരത്തെ എഴുതിയ നമ്മളുടെ സെക്കൻഡ് സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഇവിടെ ഉണ്ട്. ഞാൻ ഒന്നും കൂടി താഴത്തേക്ക് എടുത്ത് എഴുതാം. സെക്കൻഡ് സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്തായിരുന്നു? കോമൺ ഡിഫറൻസ് വെച്ചിട്ട് അല്ലെ? 3n പ്ലസ് ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് 1. സെക്കൻഡ് സീക്വൻസ് ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഇസ് ഈക്വൽ ടു 3n പ്ലസ് 1. ഞാൻ ഇതും ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ രണ്ട് ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. ഫസ്റ്റത്തെ സ്ക്വയർ ആണ് ഞാൻ താഴെ എഴുതിയേക്കുന്നത്. 3 ഇൻറ്റു ബ്രാക്കറ്റിന്റെ അകത്തുള്ളതിനെ നിങ്ങൾ എന്നാക്കി വിചാരിക്കാം. അപ്പൊ 3 ഇൻറ്റു ആ ബ്രാക്കറ്റിന്റെ അകത്ത് ബ്ലൂ കളറിൽ കിടക്കുന്നത് മൊത്തം n പ്ലസ് 1 ആ ഒരു ഫോർമുല വന്നിക്കണം അല്ലെ? ആൻഡ് സെക്കൻഡ് സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ നോക്കി, അതും 3 ഇൻറ്റു n പ്ലസ് 1. അതായത് ഈ പ്ലസ് 1 കണ്ടോ, ഈ പ്ലസ് 1 ആയിരിക്കും നമുക്ക് കിട്ടുന്ന റിമൈൻഡർ. ഇവിടെയും നമ്മൾക്ക് എന്താ കിട്ടുന്ന റിമൈൻഡർ? പ്ലസ് 1 ആണ് കിട്ടുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷനെ സ്ക്വയർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് റിമൈൻഡർ 1 ആണ്. ആൻഡ് സെക്കൻഡ് സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ നോക്കിയപ്പോഴും എനിക്ക് റിമൈൻഡർ കിട്ടിയത് 1 ആണ്. ആൻഡ് അവരെ എന്നിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത് 3 വെച്ചിട്ടാണ്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഫസ്റ്റ് സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അത് എന്തിനോട് ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തിന്റെ ഫോർമാറ്റിൽ വരുന്നുണ്ട്? സെക്കൻഡ് സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫോർമാറ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ സ്ക്വയർ ഓഫ് ടേംസ് ഓഫ് ഫസ്റ്റ് സീക്വൻസ് ഇസ് എ ടേം ഓഫ് എ സെക്കൻഡ് സീക്വൻസ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ സീക്വൻസിന്റെ ഏത് ടേം എടുത്ത് സ്ക്വയർ ചെയ്താലും അത് സെക്കൻഡ് സീക്വൻസിൽ ഉണ്ടാവും. കാരണം ഫസ്റ്റ് സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷന്റെ സ്ക്വയർ എടുത്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇത് കണ്ടോ 3. ഇത് ഫസ്റ്റ് സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷന്റെ സ്ക്വയർ ആണ്. ഇതിവിടെ സെക്കൻഡ് സീക്വൻസിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാം? 3. അത് കഴിഞ്ഞിട്ട് വരുന്ന പോർഷൻ n ആണ്. n എന്ന് പറയുമ്പോൾ ഇവിടെ ഏത് നമ്പർ വേണമെങ്കിലും വരാം. അപ്പൊ n എന്ത് വന്നാലും കുഴപ്പമില്ല. ഇവിടെ n സ്ക്വയർ 3n സ്ക്വയർ പ്ലസ് 4n പ്ലസ് 1 എന്ന് വന്നിട്ടുണ്ട്. അത് ഏതോ വലിയ നമ്പറാണ്. ഇവിടെ n എന്നും വന്നിട്ടുണ്ട്, അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അത് കഴിഞ്ഞിട്ട് ഇവിടെ പ്ലസ് 1 വന്ന് കിടക്കുന്നുണ്ട്, ഇവിടെയും എന്ത് കിടക്കുന്നുണ്ട്? പ്ലസ് 1. അപ്പോൾ എന്നിന് മുമ്പിൽ 3, അതിനുശേഷം പ്ലസ് 1. ഇവിടെയും ആ എന്നിന് മുമ്പിൽ എന്താണ്? 3, അതിനുശേഷം എന്താണ്? പ്ലസ് 1. അപ്പോൾ ഫസ്റ്റ് സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷന്റെ സ്ക്വയറും സെക്കൻഡ് സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷനും എന്തായി? ഈക്വൽ ആയി. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്ത് എന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്.
Next question. Find the sum of first n terms of arithmetic sequence is 2n square plus 3n. Okay. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് an arithmetic sequence തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ SN എന്ന് എഴുതി. SN എന്താണ്? 2n സ്ക്വയർ പ്ലസ് 3n. ഇത് സമ്മിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് മക്കളെ. നേരത്തെ ടേമിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ നമ്മൾ കണ്ടല്ലേ. ഓക്കെ. അപ്പൊ ടേമിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷനിൽ n മാത്രമേ ഉണ്ടാവുള്ളൂ. സമ്മിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷനിൽ n സ്ക്വയറും ഉണ്ടാകും n ഉണ്ടാവും. നമുക്ക് അങ്ങനെ തിരിച്ചറിയാൻ പറ്റും. സ്ക്വയർ കണ്ടാൽ നിങ്ങൾ വിചാരിച്ചു അത് സമ്മാണ്. സ്ക്വയർ ഇല്ലെങ്കിൽ അതെന്താണ്? ടേം ആണ്. ടേമിന്റെ അവിടെ നിങ്ങൾക്ക് n നമ്പർ ഇട്ട് കൊടുത്താൽ ടേം കിട്ടും. സമ്മിന്റെ അവിടെ നിങ്ങൾക്ക് n നമ്പർ ഇട്ട് കൊടുത്താൽ സമ്മ് കിട്ടും. അത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്? ഫസ്റ്റ് 5 ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കണം മക്കളെ. സമ്മിന്റെ എക്സ്പ്രഷൻ തന്നിട്ട് സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടേമും വേണ്ട, കോമൺ ഡിഫറൻസും വേണ്ട, ഒന്നും വേണ്ട. ഈ SN വേണ്ട. ഈ SN അവിടെ S5 എന്ന് ഇട്ട് കൊടുക്കുക. SN അവിടെ എന്തിട്ട് കൊടുക്കുക? S5. എന്നിട്ട് n ഉള്ളിടത്തൊക്കെ 5 ഇട്ട് കൊടുത്താൽ മതി. 2 × 5 സ്ക്വയർ കണ്ട പ്ലസ് 3 × 5. എത്ര ഉള്ളൂ? 5 ടേമിന്റെ സമ്മയിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ n ഉള്ളിടത്തൊക്കെ എന്തിട്ട് കൊടുക്കുക? 5 ഇട്ട് കൊടുക്കുക. സോ എന്ത് കിട്ടും നമുക്ക്? 2 × 5 സ്ക്വയർ 25 പ്ലസ് 3 × 5 എത്ര കിട്ടും? 15 അല്ലേ. അപ്പൊ 2 × 25 എത്രയാണ് നമുക്ക് കിട്ടുക? 50 ആ കിട്ടുക പ്ലസ് 15. അപ്പൊ ആൻസർ ഇസ് 65. ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആണ്. ഓക്കെ. നമുക്ക് ഫസ്റ്റ് ടേമും വേണ്ട, കോമൺ ഡിഫറൻസും വേണ്ട. ഇതാണ് ഓൾജിബ്രിക് എക്സ്പ്രഷന്റെ ഗുണം. ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ടേമിന്റെ ആണെങ്കിൽ ഏത് ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാം, സമ്മിന്റെ ആണെങ്കിൽ ഏത് സംഭവം വേണമെങ്കിലും കണ്ടുപിടിക്കാം. നമുക്ക് ആര് മാത്രം മതി? n മാത്രം മതി. ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബട്ട് റെഗുലർ ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ മുമ്പത്തെ വർഷത്തെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ നിങ്ങൾ എടുത്ത് നോക്കിക്കോ, അതിനകത്ത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. അപ്പൊ ഈ വർഷം എന്ത് ചെയ്യും? ചോദിക്കും. നമുക്ക് ആ ഒരു മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് വൺ, രണ്ടാമത്തത്. ഹൗ മെനി ടേംസ് ഓഫ് ദി സീക്വൻസ് സ്റ്റാർട്ടിങ് ഫ്രം ദി ഫസ്റ്റ് മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 324? ഈ സാധനവും സ്ഥിരമായിട്ട് നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. ഇതൊരു കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ ആണ്. കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ എന്ന് സാറ് പറയാൻ കാരണം ഇത് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ക്വസ്റ്റ്യൻ എങ്ങോട്ടാണ് പോകണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് നോക്കാം. ഓക്കെ. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടി എടുക്കുന്നുണ്ട്. ഹൗ മെനി ടേംസ് ഓഫ് ദി സീക്വൻസ്? ഹൗ മെനി വിച്ച് മീൻസ് എത്ര ടേംസ് must be added starting from the first must be added to get 324. ഈ സീക്വൻസില എത്ര ടേം ആഡ് ചെയ്താലാണ് സ്റ്റാർട്ടിങ് ഫ്രം ദി ഫസ്റ്റ് തുടക്കം മുതലേ എത്ര ടേം ആഡ് ചെയ്താലാണ് സമ്മ് 324 കിട്ടുന്നത്? അതായത് നമുക്ക് സമ്മ് തന്നിട്ടുണ്ട് മക്കളെ 324 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? n കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പൊ സമ്മിന്റെ എക്സ്പ്രഷൻ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ സമ്മിന്റെ ഇക്വേഷൻ എഴുതാൻ നിൽക്കണ്ട, നേരെ ഈ എക്സ്പ്രഷൻ എഴുതാം. എന്താണ്? 2n സ്ക്വയർ പ്ലസ് 3n. ഇതിന്റെ ആൻസർ നിങ്ങൾ എന്താക്കി എടുക്കുക? 324 ആക്കി എടുക്കുക. മനസ്സിലായ? അതായത് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ സമ്മ് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ എത്ര ടേം കൂട്ടിയാലാണ് ഈ 324 കിട്ടുന്നത്? 10 ടേം കൂട്ടിയാലാണോ, 15 ടേം കൂട്ടിയാലാണോ, 25 ടേം ആണോ, 32 ടേം ആണോ, എത്ര ടേം കൂട്ടിയാലാണ് ഈ 324 കിട്ടുന്നത് എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പൊ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് n ആണ്. n ഓൾറെഡി എന്തിൻ്റെ അകത്തുണ്ട്? സമ്മിന്റെ എക്സ്പ്രഷനിലുണ്ട്. സോ SN പകരം ഞാൻ സമ്മിന്റെ എക്സ്പ്രഷൻ എഴുതി. ഇസ് ഈക്വൽ ടു ആൻസർ വേണം. ആൻസർ എഴുതിയാലേ എന്നെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഈക്വൽ ടു ഇല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ഇസ് ഈക്വൽ ടു 324 എന്ന് ഞാൻ എന്ത് ചെയ്തു? എഴുതി. ക്ലിയർ അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? വേറെ ഏതെങ്കിലും ചാപ്റ്ററുകൾ തോന്നുന്നുണ്ടാ? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ പോലെ തോന്നുന്നുണ്ടാ? ഇപ്പോ 2n സ്ക്വയർ പ്ലസ് 3n മൈനസ് 324 ഇസ് ഈക്വൽ ടു 0. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ പോലെ തോന്നുന്നില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? ചോദിക്കാം. അരിത്തമാറ്റിക് സീക്വൻസും സെക്കൻഡ് ഡിഗ്രി. സമ്മ് തന്നിട്ട് n കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതെന്തായാലും സെക്കൻഡ് ഡിഗ്രി ആയിരിക്കും. കാരണം ഇത് കുറേ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സമ്മ് തന്നിട്ട് n കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, കാരണം n ഓൾറെഡി എന്ത് വരും? സ്ക്വയർ വരും. സ്ക്വയർ വന്നാൽ പിന്നെ അത് സെക്കൻഡ് ഡിഗ്രി ആണ്. അപ്പൊ സമ്മ് തന്നിട്ട് n കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതെന്തായിരിക്കും? സെക്കൻഡ് ഡിഗ്രി ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സെക്കൻഡ് ഡിഗ്രി സോൾവ് ചെയ്യാൻ a എന്താണ്? 2, b എന്താണ്? 3, c മൈനസ് 324 അല്ലെ. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? b സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ b സ്ക്വയർ മൈനസ് 4ac is equal to 3 സ്ക്വയർ മൈനസ് 4 × 2 × മൈനസ് 324. കറക്റ്റ് അല്ലേ? ഓക്കെ. ഇനി 3 സ്ക്വയർ എത്രയാണ്? 9.
ഇൻറ്റു ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് ഇവിടെ -2 ഉണ്ട്. ആദ്യം തന്നെ 2 മൈനസും കൂടി ഇൻറ്റു ചെയ്തിട്ട് എന്താക്കിട്ടോ പ്ലസ് ആക്കിട്ടോ. ഓക്കെ, ഇനി നമുക്കുള്ളത് എന്താണ്? 4 × 2 × 324 അല്ലെ, 4 × 2 × 324. ഇത് മൂന്നും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2592 ആണ്. ഓക്കെ, പ്ലസ് ആവൂട്ടാ, കാരണം 2 മൈനസ് വന്നിട്ടുണ്ട്. ഇത് മിക്കപ്പോഴും ശ്രദ്ധയില്ലാണ്ട് തെറ്റിക്കുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സൈൻ നോക്കാം. സൈൻ രണ്ടും സെയിം ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. അതായത് പ്ലസ് പ്ലസ് വന്നാലും പ്ലസ് ആയിരിക്കും, മൈനസ് മൈനസ് വന്നാലും പ്ലസ് ആയിരിക്കും. പ്ലസും മൈനസും വരുമ്പോഴാണ് അവിടെ എന്ത് വരുന്നത്? മൈനസ് വരുന്നത്. സോ ഇവരെ നമുക്ക് ഇനി ആഡ് ചെയ്യണം. +9 കൂടി ചെയ്താൽ 2601. ഇതാണ് നമുക്ക് കിട്ടിയേക്കണം b² - 4ac. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവന്റെ റൂട്ട് കണ്ടുപിടിക്കണ്ടേ? കാരണം റൂട്ട് ഓഫ് b² - 4ac അല്ലേ. റൂട്ട് ഓഫ് b² - 4ac is equal to root of 2601. ഓക്കെ, അപ്പൊ റൂട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ ചെയ്യാം? ഒന്നല്ലെങ്കിൽ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. ഓക്കെ, ഫാക്ടറൈസ് ചെയ്യാതെ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, ആ മെത്തേഡ് സാറിപ്പ് ഞാൻ പറഞ്ഞുതരാം. നോക്കി, 2601 അല്ലേ, 4 ഡിജിറ്റ് ഉള്ള നമ്പർ ആണെങ്കിൽ നിങ്ങൾ ഇതിനെ 2 ഡിജിറ്റ് ആക്കി സ്പ്ലിറ്റ് ചെയ്യാം. 26ഉം 01. ഓക്കെ, ഇനി 26ന്റെ ഏറ്റവും തൊട്ടടുത്ത് വരുന്ന, 26നേക്കാൾ കൂടുതൽ പോകരുത്, 26നേക്കാൾ കുറവ് വരുന്ന സ്ക്വയർ, പെർഫെക്റ്റ് സ്ക്വയർ ഏതാന്ന് നോക്കാം. 25 ആണ് അല്ലേ. അത് ആരുടെ സ്ക്വയർ ആണ്? 5ന്റെ സ്ക്വയർ ആണ് അല്ലേ. അപ്പൊ ഞാൻ 5 എടുത്തു. ഓക്കെ, ഇനി ലാസ്റ്റ് നമ്പർ നോക്കാം. ലാസ്റ്റ് നമ്പർ എന്താണ്? 1. അപ്പൊ എനിക്ക് വേണ്ടത് 2 നമ്പേഴ്സ് ആണ്. രണ്ടും സെയിം നമ്പേഴ്സ് ആയിരിക്കണം. സെയിം നമ്പർ ഇൻറ്റു ചെയ്താൽ 1 കിട്ടണം. അങ്ങനെയുള്ള 2 നമ്പേഴ്സ് 2 എണ്ണേ ഉള്ളൂ. ഒന്ന് 1 × 1 1 ആണ്. പിന്നെ 9 × 9 81. ലാസ്റ്റ് നമ്പറാണ് 1 വരുന്നത്. അങ്ങനെ നോക്കണം, മനസ്സിലായ? 1 × 1 ഉം 1 ആണ്, 9 × 9 81 ആണ്. വേറൊരു നമ്പർ ഇൻറ്റു ചെയ്താൽ ലാസ്റ്റ് ഡിജിറ്റ് 1 വരില്ല. കാരണം 2 × 2 ഇൻറ്റു 4 ആണ്, 3 3 ഇൻറ്റു 9 ആണ്, 4 4 ഇൻറ്റു 16 ആണ്. അവിടെ എവിടെയും 1 വരില്ല. 1 വരുന്ന ഈ 2 സിറ്റുവേഷനിലാണ്. ഓക്കെ, ഒന്നല്ലെങ്കിൽ 1ലും അല്ലെങ്കിൽ 9ലും. അപ്പൊ ഞാനിവിടെ 51 or 59 ഈ 2 നമ്പർ ആയിരിക്കും ഇവന്റെ എന്തെന്ന് പറയാൻ നേരത്ത് റൂട്ട് എന്ന് പറയാൻ നേരത്ത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? ഇൻറ്റു ചെയ്ത് നോക്കാം. 51 × 51 നമുക്ക് ആൻസർ 2601 കിട്ടുന്നുണ്ട്. ഞാൻ ഇവിടെ കാണിച്ചു തരാം. 51 × 51. 51 5 × 5 25. 1 10 0 ബാലൻസ് 1 6 2. കണ്ട 2601. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? 2 ടേം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. 26ഉം 01. ഓക്കെ, ക്ലിയർ അല്ലേ? കാണുന്നുണ്ടല്ലോ എല്ലാവരും? 26ഉം 01. ആൻഡ് ഈ 26ന്റെ തൊട്ടടുത്ത് വരുന്ന എന്ത് റൂട്ട് നോക്കാം. റൂട്ട് വിച്ച് മീൻസ് പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ് അതിന്റെ റൂട്ട് കേട്ടോ. 26ന് തൊട്ടടുത്ത് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ 25 ആണ്. അതിന്റെ റൂട്ട് എത്രയാണ്? 5 ആണ്. സോ ഞാൻ 5 എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. ഇനി ഞാൻ നോക്കേണ്ടത് ലാസ്റ്റ് ഡിജിറ്റ് ആണ്. ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 1 ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ 1 കിട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ കയ്യിലുള്ള ഓപ്ഷൻ ഒന്നല്ലെങ്കിൽ 1 × 1 1 അല്ലെങ്കിൽ 9 × 9 81. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ, അതാണ് ഞാൻ ഇവിടെ 2 എഴുതിയേക്കണം. 51 59. നിങ്ങൾ 2 ഇൻറ്റു ചെയ്ത് നോക്കാം. അതിൽ ഏതാണ് ഈ ആൻസർ കിട്ടുന്നത് അതായിരിക്കും. എനിക്ക് ഇവിടെ ഇൻറ്റു ചെയ്തപ്പോൾ കിട്ടിയത് എന്താണ്? 51 ആണ്. ഓക്കെ, അപ്പൊ റൂട്ട് എന്ത് കിട്ടി? 51. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം കേട്ടോ. ഇനി നമുക്ക് പോകാം, ഇക്വേഷനിലേക്ക് പോകാം. n is equal to -b + or - root of b² - 4ac/2a അല്ലെ. ഏറ്റവും വലിയ ഇക്വേഷൻ നമ്മൾ പഠിച്ചേക്കണം. -b എന്താണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്? 3 അല്ലെ. അപ്പൊ -3 + or - root b² - 4ac കണ്ടുപിടിച്ചു. എത്രയാണ്? 51/2a. 2a എന്ന് പറയുമ്പോൾ 2 × 2. ഓക്കെ, പ്ലസും ചെയ്യണം മൈനസും ചെയ്യണം. അപ്പോൾ -3 + 51/4 അല്ലെ. അപ്പൊ 51ൽ എന്ത് കുറക്കണം? 3 കുറക്കണം. 51 3 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 48 കിട്ടും. പ്ലസ് അല്ലേ വരുള്ളൂ, 51ന്റെ സൈൻ അല്ലേ വരുള്ളൂ. 48/4 നമുക്ക് എത്രയാ കിട്ടാം? 4 1 times 8 2 times 12. n is equal to 12. ഇനി മൈനസ് ചെയ്താൽ നെഗറ്റീവ് കിട്ടും. നെഗറ്റീവ് ആയതുകൊണ്ട് സാർ അത് എന്ത് ചെയ്യുന്നില്ല, നമുക്ക് പോസിറ്റീവ് നമ്പർ മാത്രം മതി. സോ ആൻസർ ഇസ് 12. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഹൗ മെനി ടേംസ് അല്ലെ, ഹൗ മെനി ടേംസ് must be added from the first to get 324 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം എത്ര ടേംസ്? 12 ടേംസ്. ഈ സീക്വൻസിന്റെ 12 ടേംസ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 324 കിട്ടും. ക്ലിയർ അല്ലേ? ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ തന്നെ പല വേരിയൻസ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യാൻ പറ്റും? ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്, നിങ്ങൾ ചെയ്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലും ഉണ്ട്. പല പല മെത്തേഡ്സ്, പക്ഷെ സെയിം പാറ്റേൺ ആണ്. സമ്മ് തന്നിട്ട് എന്ത് കണ്ടുപിടിക്കുക? n കണ്ടുപിടിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. മാർക്ക് ചെയ്തോ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
കാൽക്കുലേറ്റ് 1 + 2 + 3 + etc. + 20. കാൽക്കുലേറ്റ് എന്ന് പറയുന്നത് പ്ലസ് ഉള്ളതുകൊണ്ട് നമുക്കറിയാം ഇതെന്താണ് സമ്മാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ തന്നിക്കുന്നത് 1, 2, 3 etc. 20. സം ഓഫ് നാച്ചുറൽ നമ്പർ അല്ലേ, അല്ലേ? സീക്വൻസ് തന്നെയാണ്, നാച്ചുറൽ നമ്പർ അല്ലേ? 1, 2, 3, 4, 5, 6 അല്ലേ? എവിടെ വരും? 20 വരും. സം ഓഫ് നാച്ചുറൽ നമ്പർ Sn is equal to, ഇക്വേഷൻ എന്താണ്? n × n + 1/2. ഇത് പഠിച്ചു വെക്കാം, പഠിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചു വെക്കാം. വെറുതെ വലിച്ചു വാരി n/2 × 2a + n - 1d ഒന്നും ചെയ്യേണ്ട. ഇവിടെ സം ഓഫ് നാച്ചുറൽ നമ്പർ വന്നു കഴിഞ്ഞാൽ n × n + 1/2. എത്ര നാച്ചുറൽ നമ്പറിന്റെ സം എന്ന് അറിഞ്ഞാൽ മതി. നമുക്ക് ഫസ്റ്റ് ടേമും വേണ്ട, കോമൺ ഡിഫറൻസും വേണ്ട, ഒന്നും വേണ്ട. n × n + 1/2 എന്ന് പറയുമ്പോൾ ഇവിടെ ലാസ്റ്റ് ടേം 20 അല്ലേ? 20 നാച്ചുറൽ നമ്പർ അല്ലേ ഉള്ളത്. അപ്പൊ 20 × 20 + 1 21/2. 220 10 times 10 × 21 210. പരിപാടി കഴിയും. ഇത്രേ ഉള്ളൂ. സിമ്പിൾ. ഫസ്റ്റ് ടേമും വേണ്ട, കോമൺ ഡിഫറൻസും വേണ്ട, സമ്മിന്റെ ഇക്വേഷനും എഴുതണ്ട, വലിച്ചു വാരി ഒന്നും എഴുതാനും നിൽക്കണ്ട. n × n + 1/2. ഓക്കെ, ഞാൻ ഈ പറയുമ്പോൾ തന്നെ നിങ്ങൾ സൈഡിൽ നോട്ട് ചെയ്ത് നോക്കുക. സം ഓഫ് നാച്ചുറൽ നമ്പർ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, കാൽക്കുലേറ്റ് 3 + 6 + 9 + etc. + 60. ഇത് ഇവിടെ നാച്ചുറൽ നമ്പർ ഒന്നുമല്ല അല്ലെ, ഇവിടെ നോർമൽ ഇക്വേഷൻ ആണ്, നോർമൽ സീക്വൻസ് ആണ് എന്ത് ചെയ്തേക്കുന്നത് തന്നേക്കണം. അപ്പൊ നമുക്ക് നോർമൽ രീതിയിൽ തന്നെ എന്ത് ചെയ്യേണ്ടി വരും, കണ്ടുപിടിക്കേണ്ടി വരും. ഫസ്റ്റ് ടേം എഫ് എന്താണ് 3, കോമൺ ഡിഫറൻസ് എന്താണ് 6 - 3, അതും എന്താണ് 3 ആണ് വന്നേക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ സമ്മിന്റെ ഇക്വേഷൻ എന്ത് ചെയ്യാം, എഴുതാം. ആൻഡ് ലാസ്റ്റ് ടേം തന്നിട്ടുണ്ട്. അപ്പൊ സമ്മിന്റെ രണ്ടാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്യണതല്ലേ കുറച്ചും കൂടി ബെറ്റർ. n/2 × ഫസ്റ്റ് ടേം + ലാസ്റ്റ് ടേം, അതല്ലേ കുറച്ചുകൂടി സിമ്പിൾ അല്ലെ. നമുക്ക് കുറെ നീളത്തിൽ ഇക്വേഷൻ എഴുതേണ്ട ആവശ്യമില്ല. ബട്ട് ഇവിടെ ഒരു പ്രശ്നമുണ്ട്, എന്നറിയില്ല അല്ലെ, എത്ര ടേം ആണെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് ടേം ഇങ്ങനെ പ്ലസ് ചെയ്ത് ലാസ്റ്റ് ടേം വരെ ഉണ്ട്, എത്ര ടേം ആണെന്ന് പറഞ്ഞിട്ടില്ല. സോ നമ്മളിവിടെ n കണ്ടുപിടിക്കണം. n കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ, ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് + 1. നേരത്തെയും ഡിസ്കസ് ചെയ്താണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് എന്നിന്റെ ഇക്വേഷൻ. ഓക്കെ, അറിയാത്തവർ നോട്ട് ചെയ്തെടുക്കാം. n is equal to ലാസ്റ്റ് ടേം എന്താ 60, ഫസ്റ്റ് ടേം എന്താ 3, കോമൺ ഡിഫറൻസ് എത്ര, അതും 3 + 1. 60 - 3 57 by 3 + 1. ഓക്കെ, 57ൽ 3 എത്ര ടൈംസ് പോവും, 5ൽ 1 ടൈം, ബാലൻസ് 2. 27ൽ 9 ടൈം. സോ 19 + 1 എത്രയാണ് 20. ക്ലിയർ അല്ലേ? എത്ര ടേംസ് ഉണ്ട് ഇവിടെ, 20 ടേംസ് തന്നെയാണ് അവിടെ ഉള്ളത്. ഇനി ഇക്വേഷൻ സിമ്പിൾ പരിപാടി ചെയ്യുന്നു. Sn is equal to n/2 × ഫസ്റ്റ് ടേം + ലാസ്റ്റ് ടേം. ഓക്കെ, f + l അല്ലെങ്കിൽ f + xn എന്ന് എഴുതാം. n/2 എന്ന് പറയുമ്പോൾ 20/2. ഫസ്റ്റ് ടേം എത്രയാ 3 ആണ്, ലാസ്റ്റ് ടേം എത്രയാ 60 ആണ്. സോ 20/2 × 63. 2 വെച്ച് 20നെ ഡിവൈഡ് ചെയ്താൽ 10 × 63 630 കഴിഞ്ഞു. സിമ്പിൾ. ക്ലിയർ അല്ലേ? ക്ലിയർ എല്ലാവർക്കും? ഓക്കെ, ആൻഡ് കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് an arithmetic sequence whose algebraic expression is in the form xn is equal to 3n + 2. പ്രത്യേകം ശ്രദ്ധിക്കുക, ചോദിച്ചേക്കണത് സമ്മാണ്, പക്ഷെ തന്നേക്കണത് ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ടേം ആണ്. എങ്ങനെ മനസ്സിലായി? സാർ നേരത്തെ പറഞ്ഞില്ലേ, സ്ക്വയർ ഉണ്ടെങ്കിൽ സമ്മിന്റെ എക്സ്പ്രഷൻ ആവുള്ളൂ. ഇവിടെ എന്തില്ല, സ്ക്വയർ ഇല്ല. അപ്പൊ ഇത് എന്തിന്റെയാണ്, ടേമിന്റെ ആണ്. അപ്പൊ ഇവര് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാണ് തന്നേക്കണത്. നമ്മൾ നേരത്തെ പോയിട്ട് എന്നിന്റെ അവിടെ കൊണ്ടുപോയിട്ട് 5 ഇട്ടപ്പോൾ 5 ടേമിന്റെ സമ്മ് കിട്ടി. ഇവിടെ ഒന്നും പറഞ്ഞിട്ട് എന്നിന്റെ അവിടെ പോയിട്ട് നിങ്ങൾ 20 ഇട്ടാ 20 ടേംസിന്റെ സമ്മ് കിട്ടൂല. ഇവിടെ ടേമിന്റെ എക്സ്പ്രഷൻ ആണ് തന്നേക്കണത്. അപ്പോൾ നമുക്ക് ടേമേ എന്ത് ചെയ്യുള്ളൂ കിട്ടുള്ളൂ. അപ്പൊ ആ ഒരു വ്യത്യാസം നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. സ്ക്വയർ ഉണ്ടെങ്കിൽ മാത്രമേ സമ്മ് കിട്ടുള്ളൂ, സ്ക്വയർ ഇല്ലെങ്കിൽ ടേം ആണ് കിട്ടുക. ഇവിടെ ടേമിന്റെ എക്സ്പ്രഷൻ തന്നിട്ട് സമ്മിന്റെ എക്സ്പ്രഷൻ ചോദിച്ചേക്കണം. നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചോദിക്കണാണ്. നടക്കൂലല്ലോ, നമുക്കറിയാലോ സമ്മ് ഏതാണ് ടേം ഏതാണെന്ന്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ n/2 × ഫസ്റ്റ് ടേം + ലാസ്റ്റ് ടേം ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്ത് കിട്ടും, ആൻസർ കിട്ടും അല്ലെ. ഇപ്പൊ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്നും തന്നിട്ടുണ്ട്, എന്നു കണ്ടുപിടിക്കേണ്ട ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ സാർ ഇവിടെ ചെയ്യാൻ പോകുന്നത് n20 ഫസ്റ്റ് ടേം. ഇനി ഞാനിവിടെ നമ്മൾ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതി വെക്കുന്നുണ്ട്. എന്താണ് 3n + 2 ആണ് ഓൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെ. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് ആവശ്യമില്ല. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാലോ, f കണ്ടുപിടിക്കാൻ എന്നിയുടെ 1, അതായത് നിങ്ങൾ 3 × 2 കൂടെ ആഡ് ചെയ്താൽ മതി. എത്രയാണ് 5. ഇനി ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 20th ടേം അല്ലേ. അവിടെ 20 ടേമിന്റെ സമ്മല്ലേ കണ്ടുപിടിക്കേണ്ടത്. 20 ടേമിന്റെ സം എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ടേം 20ാമത്തെ ടേം അല്ലേ. അപ്പൊ ഇവിടെ എന്നിന്റെ അവിടെ 20 ഇട്ട് കൊടുത്ത് ലാസ്റ്റ് ടേം കിട്ടും. അതായത് x20 ഇട്ട് കൊടുത്താൽ 3 × 20 + 2. 3 × 20 എത്രയാ 60.
60 പ്ലസ് 2 എത്രയാ 62. ക്ലിയർ അല്ലേ? ലാസ്റ്റ് ടേം കിട്ടി. ഇനി സംഭവിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. S20 is equal to n/2 into ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, വിച്ച് മീൻസ് 20/2 ഇൻറ്റു ഫസ്റ്റ് ടേം എത്രയാണ് 5 അല്ലേ, പ്ലസ് ലാസ്റ്റ് ടേം എത്രയാണ് 62. സോ 20/2 ഇൻറ്റു 5 പ്ലസ് 62 എത്രയാണ്, സോറി 20/2 ഇൻറ്റു 5 പ്ലസ് 62 എത്രയാണ് 67. ഇനി 220 10 ടൈംസ് 10 ഇൻറ്റു 67 670. കഴിഞ്ഞു. സിമ്പിൾ. ക്ലിയർ അല്ലേ? ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഫിഫ്ത്ത് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 10 ആൻഡ് 11th term is 30. Okay, what is its 23rd term of the sequence? അഞ്ചാമത്തെ ടേമും തന്നിട്ടുണ്ട്, 11ാമത്തെ ടേമും എന്ത് ചെയ്തിട്ടുണ്ട് തന്നിട്ടുണ്ട് അല്ലേ. അഞ്ചാമത്തെ ടേമും 11ാമത്തെ ടേമും തന്നിട്ടുണ്ട്. 23ാമത്തെ ടേമാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. രണ്ട് ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സാധനമാണ് xm - xn/m-n. അഞ്ചാമത്തെ ടേം എത്രയാണ് 10. 11ാമത്തെ ടേം എത്രയാണ് 30. ഞാൻ വലുതാദ്യം എഴുതാം. 30 മൈനസ് ഫിഫ്ത്ത് ടേം എത്രയാണ് 10/11 - 5 അല്ലേ. അപ്പോൾ 20/11 - 5 എത്രയാണ് 6 അല്ലേ. അപ്പൊ 20/6 നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. 2 വെച്ച് കട്ട് ചെയ്താൽ 10/3 കോമൺ ഡിഫറൻസ് കിട്ടി. ഓക്കെ, കോമൺ ഡിഫറൻസ് എപ്പോഴും നോർമൽ നമ്പറാണ് കിട്ടണമെന്ന് വാശി പിടിക്കേണ്ട. പോയിന്റ് നമ്പേഴ്സ് വരാം, ഫ്രാക്ഷൻ ഒക്കെ വരാം, തെറ്റാണെന്ന് വിചാരിക്കേണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് 11th ടേം 30 ആയിരുന്നു, ഞാൻ 11th ടേം എക്സമിൻ്റെ അവിടെ 30 ഇട്ടു, മൈനസ് ഫിഫ്ത്ത് ടേം 10 ആയിരുന്നു, അവിടെ ഞാൻ 10 ഇട്ടു, ഡിവൈഡ് ബൈ 11 - 5 ചെയ്തു. 30 - 10 എന്താണ് 20, 11 - 5 എന്താണ് 6, ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി 10/3. പോയിന്റിലേക്ക് ആക്കണ്ട, ഫ്രാക്ഷനിൽ തന്നെ ഇട്ടാൽ മതി. 23rd ടേം ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ x23 ആണ് പിടിക്കേണ്ടത്. ഇക്വേഷൻ എന്താണ് f+n-1 × d. നമുക്കറിയാം, വേണമെങ്കിൽ ഷോർട്ട് ആയിട്ട് ചെയ്യാം. 23 ടേം എന്ന് പറയുമ്പോൾ f+22d എന്ന് എഴുതിയാൽ മതി. ഞാൻ എഴുതി f+22d. ഓക്കെ, ഒരു പ്രശ്നമുണ്ട്, ഫസ്റ്റ് ടേം അറിയില്ല. ഫസ്റ്റ് ടേം നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ കയ്യിൽ ഫിഫ്ത്ത് ടേം ഉണ്ട് അല്ലേ. ഫിഫ്ത്ത് ടേമിൽ നിന്ന് 4 തവണ കോമൺ ഡിഫറൻസ് കുറച്ചാൽ ഫസ്റ്റ് ടേം കിട്ടൂലേ. ഫസ്റ്റ് ടേമിന്റെ ഒപ്പം 4 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴല്ലേ ഫിഫ്ത്ത് ടേം കിട്ടാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം f is equal to ഫിഫ്ത്ത് ടേം എന്താണ്, ഫിഫ്ത്ത് ടേം 10 മൈനസ് 4 ഇൻറ്റു കോമൺ ഡിഫറൻസ്. 4 കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണം, കുറക്കണം. 4 കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 10/3. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര കിട്ടാം 10 മൈനസ് 40/3 അല്ലേ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 30 മൈനസ് 40/3 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 10/3. ഇതാണ് ഫസ്റ്റ് ടേം. ഇട്ട് കൊടുക്കാം മൈനസ് 10/3 പ്ലസ് 22 ഇൻറ്റു കോമൺ ഡിഫറൻസ് 10/3. ഓക്കെ, അപ്പോൾ മൈനസ് 10/3 ഇവിടെ ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും 220/3 അല്ലേ. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും 210 അല്ലേ. 220 10 മൈനസ് ചെയ്താൽ 210/3. ഇവിടെ ഡിവൈഡ് ചെയ്യാം. ആൻസർ എത്രയാണ് 70 ആണ്. 21 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 7, 0 ഇട്ട് കൊടുക്കുമ്പോൾ 70. ക്ലിയർ അല്ലേ? ഓക്കെ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാൽക്കുലേഷൻസ് ഉണ്ട്, ബട്ട് വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല. ഫ്രാക്ഷൻ ഒക്കെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ പേടിക്കാതിരുന്നാൽ മതി. ഫ്രാക്ഷൻ ഒക്കെ നോർമലി കോമൺ ഡിഫറൻസിന് വരും, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, ഇൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 27 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്. ഈ സീക്വൻസിലെ ഫസ്റ്റ് 27 ടേംസിന്റെ എന്ത് കണ്ടുപിടിക്കണം, സം കണ്ടുപിടിക്കണം. ഇപ്പൊ നമ്മളെ കയ്യിൽ ഫസ്റ്റ് ടേമും ഉണ്ട്, കോമൺ ഡിഫറൻസ് എല്ലാം ഉണ്ട്. ഇനി സം കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല അല്ലേ. സം ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n - 1 × d. n എന്ന് പറയുമ്പോൾ 27/2. 2a എന്താണ് സാർ 2a എന്ന് എഴുതുന്നതും 2f എന്ന് എഴുതുന്നതും സെയിം ആണ് കേട്ടോ. ഞാൻ f തന്നെ ഇടാം. 2a എന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. ചില സ്കൂളുകളിലൊക്കെ 2a എന്ന് പഠിപ്പിക്കും, ചില സ്ഥലത്ത് 2f എന്നാണ് പഠിപ്പിച്ചേക്കുന്നത്. 2f പ്ലസ് n - 1 × d. അപ്പോൾ f എന്താണ്, ഫസ്റ്റ് ടേം എന്താണ് മൈനസ് 10/3 അല്ലേ. മൈനസ് 10/3 പ്ലസ് n - 1. n 27 അല്ലേ. 26 എന്ന് ഡയറക്റ്റ്ലി ചെയ്താലോ 27 - 1 ഇൻറ്റു കോമൺ ഡിഫറൻസ്. എന്തായിരുന്നു കോമൺ ഡിഫറൻസ്, നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 10/3 ആണ് കോമൺ ഡിഫറൻസ്. 10/3. ഓക്കെ, ഇനി 27/2 ഡിവൈഡ് ചെയ്യണ്ട, 27/2 എന്ന് ഇട്ട് നോക്ക്. മൈനസ് 10/3. ഇവിടെ
3 വെച്ച് 26നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം അല്ലേ? പ്ലസ് 260/3 അല്ലേ? ഇനി ഇവിടെ മൈനസ് ചെയ്യാം. 27/2 ഇൻറ്റു 260 10 മൈനസ് ചെയ്താൽ 250. 250/3. ഓക്കെ, പ്ലസ് സേ വരുള്ളൂ, കാരണം 260 എന്താണ്? പോസിറ്റീവ് ആണ്. ഓക്കെ, ഇനി ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ അല്ല കേട്ടോ, ഇൻറ്റു ആണ്. അപ്പൊ ഡയറക്റ്റ് ഇൻറ്റു ആണ്. ക്യാൻസൽ ചെയ്യണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാം. ഇത് 327 പോവും. എത്ര ടൈംസ് പോവും? 9 ടൈംസ് പോവും. ക്ലിയർ അല്ലേ? ഇനി ഒരു /2 കിടക്കുന്നുണ്ട്, 250 കിടക്കുന്നുണ്ട്. 250നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 125 കിട്ടും. 9 × 125 ചെയ്താൽ എന്ത് കിട്ടും? ആൻസർ കിട്ടും. 125 × 9 എത്രയാണ്? 45. ബാലൻസ് 4. 2 9s are 18 plus 4 22. ബാലൻസ് 2. 1 9s are 9 പ്ലസ് 2. 1 9s are 9 പ്ലസ് 2 എത്രയാണ്? 11. അപ്പൊ എന്ത് കിട്ടി? 1125 അല്ലേ? ഇൻറ്റു ചെയ്താൽ നമുക്ക് കിട്ടാം 125 × 9 1125. സം ഓഫ് 27 ടേംസ്. S27 എഴുതാം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻസിലൊക്കെ എന്താണ് പ്രശ്നം? പ്രൂഫൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്, ആലോചിച്ച് ആ ഒരു ലെവലിലൊക്കെ എത്താനുള്ള ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ ആലോചിക്കാനൊന്നുമില്ല. ചെയ്യുന്ന കാൽക്കുലേഷൻസ് എന്ത് ചെയ്താൽ മതി? കറക്റ്റ് ആക്കിയാൽ മതി. കാൽക്കുലേഷൻസിൽ മിസ്റ്റേക്ക് വരുമ്പോഴായിരിക്കും ഇവിടെ പോകും. കാരണം ഇവിടെ കുറച്ചധികം നമുക്ക് പ്ലസും മൈനസും ഇൻറ്റും ഡിവൈഡ് ഒക്കെ ചെയ്യാണ്ട്. അത് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? ആൻസർ കിട്ടും കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. Sum of 7th term and 15th term of arithmetic sequence is 50. What is the 11th term? നേരത്തെ ചെയ്ത അതേ പാറ്റേണിൽ തന്നെ അല്ലെ? 7th ടേമും 15th ടേമും അല്ലെ? 7th ടേമും 15th ടേമും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എന്ന് പറഞ്ഞു? 50 കിട്ടും എന്ന് പറഞ്ഞു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ 11th ടേം? 11ാമത്തെ ടേം എത്രയാണ്? ഇനി സബ് ക്വസ്റ്റ്യൻ 2ഉം എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ 7th ടേം എന്ന് പറയാൻ നേരത്ത് A7 A + 6D അല്ലടാ അല്ലെ? 7th ടേം എത്ര? 7th ടേം A + 6D പ്ലസ് 15th ടേം. 15th ടേം എന്ന് പറയുമ്പോൾ A15 A + 14D. ഞാൻ A എന്നാണ് യൂസ് ചെയ്ത്, F ആക്കിക്കോ. F തന്നെ നല്ലത്. F A7 A50 മാറ്റി X ആക്കിക്കോ. X7 X50. നിങ്ങൾ ഈ പേരിടുന്നതിലൊന്നും വലിയ കാര്യമാക്കി എടുക്കണ്ട. പല സ്ഥലത്തും പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? A1 A2 A3 എന്ന് വേണമെങ്കിൽ നമുക്ക് ടേമിന് വിളിക്കാം. T1 T2 T3 എന്ന് വിളിക്കാം. X1 X2 X3 എന്ന് വിളിക്കാം. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിൽ വിളിക്കാം. അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ ഏതാണ് ഫോളോ ചെയ്തിരിക്കുന്നത് അത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് പോയിക്കോ കേട്ടോ. ഇനി അപ്പോൾ 7th ടേമും 15th ടേമും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 50 കിട്ടും എന്നാണ് എന്ത് ചെയ്തേക്കണത്? പറഞ്ഞേക്കണം അല്ലേ? അപ്പൊ ഞാൻ ഇത് രണ്ടും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. രണ്ടും കൂടി ആഡ് ചെയ്താൽ 50 കിട്ടും എന്ന് പറഞ്ഞല്ലോ. ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ F + 6D ആണ് 7th ടേം. F + 14D ആണ് നമ്മളെ 15th ടേം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 50 കിട്ടും എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈക്വൽ ടു എന്തെന്ന് എഴുതി? 15 എഴുതി. ഓക്കെ, ഇവിടെ എനിക്ക് FF ആഡ് ചെയ്യാലോ, 2F. ഇനി 6Dയും 14Dയും ആഡ് ചെയ്യാലോ, എത്ര കിട്ടും? പ്ലസ് 20D അല്ലേ? 50. ഓക്കെ, ഇനി ഇവിടെ 2F ഉണ്ട്, 20 ഉണ്ട്. ഞാനൊന്ന് 2 കോമൺ എടുത്തു. 2 കോമൺ എടുത്താൽ F + 10D എന്നാവില്ലേ? 50. ഇനി ഞാൻ 2 അപ്പുറം കൊണ്ടുവന്നാൽ F + 10D = 50/2 എത്രയാണ്? 25. അപ്പോൾ എനിക്ക് F + 10D = 25 കിട്ടില്ലേ? സാർ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന് ചോദിക്കും. എന്തിനാണ് ഇതൊക്കെ ചെയ്തത് ചോദിച്ചു കഴിഞ്ഞാൽ F + 10D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11th ടേം അല്ലേടാ മക്കളെ? 11ാമത്തെ ടേമിന്റെ ഇക്വേഷൻ നോക്കും നിങ്ങൾ. F + 11 - 1 × D അല്ലേ? അതായത് F + 10D അല്ലേ? സോ F + 10D is the 11th ടേം. അതായത് X11 എത്രയാണ്? 25. മനസ്സിലായ? ഈ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ആലോചിക്കാനായിട്ട്. ഓക്കെ, ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇഫ് ദ കോമൺ ഡിഫറൻസ് ഓഫ് such an arithmetic sequence is 3. അപ്പോൾ ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് 3 ആണെന്ന് നമ്മളോട് വിചാരിക്കാം. വാട്ട് ഈസ് ദ 13th ടേം? എങ്കിൽ 13ാമത്തെ ടേം കണ്ടുപിടിക്കാൻ. ഇവിടെ ഓൾറെഡി 11th ടേം ഉണ്ട്. 13th ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 11th ടേമിന്റെ ഒപ്പം 2 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ പോരെ? 11th ടേം കഴിഞ്ഞാൽ 12th ടേം
13th ടേം 2 തവണ എന്ത് ആഡ് ചെയ്താൽ മതി, കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. സോ 11th ടേം 25 പ്ലസ് 2d എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു കോമൺ ഡിഫറൻസ് എടുക്കാൻ പറഞ്ഞത് 3 ആണ്, 3 പ്ലസ് 25 പ്ലസ് 2 ഇൻറ്റു 3 6. ആൻസർ എത്രയാണ്? 31. ക്ലിയർ ആണോ? വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ്? ഇവിടെ നമുക്ക് എന്താണ് പിടിക്കണം? 25 ടേമിന് സമ്മ പിടിക്കണം. സമ്മ പിടിക്കണം നമുക്ക് വലിയ കാര്യമൊന്നുമല്ല അല്ലേ. SN is equal to n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു d അല്ലേ. n/2 എത്ര ടേമിന്റെ സമ്മാണ്? 25 ടേംസിന്റെ സമ്മാണ്. 25/2 2f, f കണ്ടുപിടിക്കണം അല്ലേ. f പറഞ്ഞാലേ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. f നമുക്കിവിടെ 13th ടേം ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? f കണ്ടുപിടിക്കാം. സാർ വേറൊരു കാര്യം കൂടി പറയട്ടെ. 13th ടേം എന്ന് കണ്ടപ്പോഴാണ് ഈ ഒരു സാധനം ഓർമ്മ വന്നത്. 13th ടേം എന്ന് പറയുന്നത് 25 ടേംസിന്റെ മിഡിൽ ടേം അല്ലേ. എങ്ങനെ മനസ്സിലാക്കാം? 25 അല്ലേ, 25ന്റെ ഒപ്പം 1 കൂട്ടിയേ 26 അല്ലേ, അതിന്റെ പകുതി എടുത്തേ 13 അല്ലേ. അപ്പൊ ഈ 13th ടേം എന്താണ്? മിഡിൽ ടേം ആണ്. അപ്പൊ ഈ SN വെച്ച് ചെയ്താൽ ആൻസർ കിട്ടും. ബട്ട് അതിനേക്കാൾ എളുപ്പമായിട്ട് നമുക്ക് ഈ മിഡിൽ ടേം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മിഡിൽ ടേമിന് ഒരു ഇക്വേഷൻ ഉണ്ട് മക്കളെ. മിഡിൽ ടേം ഇസ് ഈക്വൽ ടു സം ബൈ നമ്പർ ഓഫ് ടേംസ്. ഓക്കെ, സോ സം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ഇസ് ഈക്വൽ ടു എന്താണ്? സം. ഓക്കെ, അപ്പൊ മിഡിൽ ടേം നമ്മുടെ കയ്യിലുണ്ട്, എന്താണ്? 31 ആണ്. മിഡിൽ ടേം എന്തുണ്ട്? 31 ആണ്. ആൻഡ് നമ്പർ ഓഫ് ടേംസ് എത്ര ടേംസിന്റെ സം അവിടെ കണ്ടുപിടിക്കേണ്ടത്? 25 ടേംസ്. അപ്പൊ അത് ചെയ്യണതല്ലേ കുറച്ചും കൂടി എളുപ്പം. സം ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. മിഡിൽ ടേം എത്രയാണ്? 31 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 25. കണ്ട, അപ്പൊ മറ്റേ നമുക്ക് ഇക്വേഷൻ ഒന്നും ചെയ്ത് തീർക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്കിയാൽ 31 ഇൻറ്റു 25 ആൻസർ എത്ര കിട്ടും? 775. മറ്റേ വെച്ച് ചെയ്താൽ ആൻസർ കിട്ടും. നിങ്ങൾ വേണമെങ്കിലും മറ്റേ വെച്ച് കൂടെ ഒന്ന് ചെയ്ത് നോക്കിയോ. നിങ്ങൾക്ക് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മളുടെ അരിത്തമെറ്റിക് സീക്വൻസിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഈ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ ധൈര്യമായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചോ. ഇതിൻ്റെ ഒക്കെ തന്നെ ഫോർമാറ്റിൽ ഏകദേശം നിങ്ങൾക്ക് എന്ത് വരും? എക്സാംസിന്, മോഡലിന് അല്ലെങ്കിൽ പബ്ലിക് എക്സാംസിന് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? ചോദിക്കും. ഷുവറായിട്ട് എന്ത് ചോദിക്കും. കാരണം പുതിയ മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്തേക്കണം? വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തേക്കണം? എടുത്തേക്കണം. ഇനി ഇതേ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ അതാത് ക്ലാസ്സുകളിൽ നിങ്ങളെ ടീച്ചേഴ്സ് എന്ത് ചെയ്യും? നിങ്ങളെ സിമ്പിളായിട്ട് എന്ത് ചെയ്യിപ്പിക്കും. അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റണം. ആ ഐഡിയാസ് നിങ്ങൾ എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം. പ്രത്യേകിച്ച് ആ പ്രൂഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്തു നോക്കിക്കോട്ടെ. ആ സ്ക്വയറിന്റെ ക്വസ്റ്റ്യൻസ് സാറിനില്ലേ, ആ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി എന്ത് ചെയ്തു ഫോക്കസ് ചെയ്ത് നോക്കിക്കോ. അപ്പൊ അടുത്ത ചാപ്റ്റർ ആയിട്ട് സാർ എന്ത് വരുന്നുണ്ട്. അപ്പൊ ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ നോട്ട് ചെയ്തെടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾ ഒന്നുകൂടി തനിയെ നിങ്ങൾ എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരുള്ളൂ. ഷുവറായിട്ടും ഡൗട്ട് വരും, എന്തായാലും ഡൗട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് ഈ ലിങ്കിൽ തന്നെ കയറിയിട്ട് ആ ഒരു പോർഷനിലെ എവിടെയാണ് മിസ്റ്റേക്ക് വന്നുള്ള കാര്യം നോക്കാം. വീണ്ടും ഫോൺ എടുത്ത് വെക്കാം, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ എന്തേ പോസ് ചെയ്ത് വെക്കാം. നിങ്ങൾ അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് തനിയെ ഇത് ചെയ്യാൻ പറ്റും. ഡൗട്ട് വരുന്ന ഏരിയാസിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വീഡിയോസ് എടുത്ത് നോക്കാം. നിങ്ങൾക്ക് ടീച്ചറിന്റെ ഹെൽപ്പ് അല്ലെ, ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ട് സാറിൻ്റെ ചോദിക്കുന്ന ആ ഒരു സമയം കളയേണ്ട. നിങ്ങൾക്ക് ഈസി ആയിട്ട് റെക്കോർഡഡ് വീഡിയോ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഒന്നും കൂടി എന്ത് ചെയ്ത് നോക്കാം? തനിയെ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക? ഈ ചാപ്റ്റർ വർക്ക് ചെയ്യുക. നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണാം.